വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കാനുള്ള സമയമാണ്. അതിനു മുമ്പ് കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോയാൽ ഒരുപാട് പ്രേക്ഷകർ, പതിവ് പ്രേക്ഷകരടക്കം ഒരുപാട് പേർ കമന്റ് ബോക്സിൽ സജീവമാകുന്നുണ്ട്. ഇർഷാദ് പുൽവട്ട ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. ആമിന, ബ്ലസി എൽദോ, ഇഷു ജസീർ, നൌഷാദ് കെ, റിൻസി ഇമ്മാനുവൽ, ലെനീഷ് ബാബു, ജോസ്വിൻ ജോസഫ്, വിപിൻ ബെന്നി, ഗ്രേസി സെബാസ്റ്റ്യൻ, ലെവിൻ പോൾ, അഞ്ജു അരവിന്ദാക്ഷൻ ഇവരൊക്കെ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രതികരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. രാജേന്ദ്രൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ. ചൂട്, വന്യമൃഗശല്യം, കർഷക സമരം, ഇലക്ഷൻ വാർത്തകൾ എല്ലാം പോരട്ടെ എന്ന് പറയുന്നുണ്ട്. എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് 1.5 മണിക്കൂർ നമ്മുടെ വാർത്താ യാത്ര ആരംഭിക്കുകയാണ്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുന്നു. അരയും തലയും മുറുക്കി മുന്നണികൾ. CPIM സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതോടെ സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരചിത്രം ഏറെക്കുറെ തെളിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് ഭൂരിപക്ഷം സിറ്റിംഗ് എംപിമാരെയും രംഗത്തിറക്കി മണ്ഡലം നിലനിർത്താൻ നോക്കുമ്പോൾ വൻ നേതൃനിരയെ തന്നെയാണ് CPIM രംഗത്തിറക്കിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് BJP കടന്നിട്ടില്ലെങ്കിലും സുരേഷ് ഗോപിയും വി മുരളീധരനും മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. CPI സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ഇന്ന് ചേരുന്ന എക്സിക്യൂട്ടീവിൽ ധാരണയുണ്ടാകും. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, മന്ത്രിമാർ ഉൾപ്പെടെ MLA മാർ, ജില്ലാ സെക്രട്ടറിമാർ, വിജയസാധ്യത മാത്രം ലക്ഷ്യം വെച്ചുള്ള CPM സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ പല മണ്ഡലങ്ങളിലും പോരാട്ടം തീപാറുമെന്നുറപ്പായി. ചില മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരങ്ങളും കാഴ്ചയാകും. കൊല്ലത്ത് NK പ്രേമചന്ദ്രനെ നേരിടാൻ CPM മുന്നോട്ട് വയ്ക്കുന്നത് M മുകേഷ് MLA ആണ്. പത്തനംതിട്ട സാധ്യത മങ്ങിയതോടെ കൊല്ലത്തേക്ക് കുമ്മനം രാജശേഖരൻ എത്തിയാൽ മത്സരചിത്രം മാറും. ആലപ്പുഴയിൽ CPM-ന്റെ AM ആരിഫിനെ നേരിടാൻ KC വേണുഗോപാലോ സിനിമാ താരം സിദ്ദിഖോ എത്തിയേക്കുമെന്നാണ് സൂചനകൾ. KC വേണുഗോപാൽ എത്തിയാൽ ദേശീയ ശ്രദ്ധയാകർഷിക്കും. എറണാകുളത്ത് ഹൈബീഡിനെ വെല്ലുവിളിക്കാൻ CPM പരിഗണിക്കുന്നത് കന്നി അംഗത്തിനിറങ്ങുന്ന KJ ഷൈനിനെയാണ്. തീപാറുന്ന തൃശൂരിൽ TN പ്രതാപനും സുരേഷ് ഗോപിയും VS സുനിൽകുമാറും തമ്മിലാകും ഏറ്റുമുട്ടൽ. കോഴിക്കോട് മുതിർന്ന നേതാക്കളുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലായിരിക്കും. MK രാഘവനും എളമരം കരീമും ശക്തമായ പോരാട്ടമായിരിക്കും കാഴ്ചവെക്കുക. ആലത്തൂരിൽ രമ്യ ഹരിദാസിൽ നിന്നും ഇടതുകോട്ട തിരിച്ചുപിടിക്കാൻ ഉറപ്പിച്ചാണ് CPIM മന്ത്രിയായ K രാധാകൃഷ്ണനെ രംഗത്തിറക്കുന്നത്. വടകരയിൽ K മുരളീധരനെ ജനകീയ മുഖമായ KK ശൈലജയെ ഉപയോഗിച്ച് നേരിടാനാണ് CPM തീരുമാനം. കണ്ണൂരിൽ സസ്പെൻസ് ഉണ്ട്. MV ജയരാജനെതിരെ K സുധാകരൻ വന്നാൽ അത് രാഷ്ട്രീയ ആകാംക്ഷയാകും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നാൽ ആനി രാജയാകും CPI മത്സരത്തിനിറക്കുക. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ താഴെയിറക്കാൻ BJP രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കുമെന്നാണ് സൂചനകൾ. പന്നിയന്റെ പേര് ഉയർന്നു കേട്ടെങ്കിലും അപ്രതീക്ഷിതമായൊരു ട്വിസ്റ്റിന് CPI ആലോചിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. പ്രേക്ഷകരുടെ ഒരുപാട് സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന പ്രേക്ഷകൻ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. ജാസ്മിൻ ജെയ്വിൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. അതുപോലെ ധന്യ, VR സുലൈമാൻ, അബ്ദുൽ ഖാദർ ഇവരൊക്കെ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ബോക്സിൽ സജീവമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിമി സുലൈമാൻ എന്ന് പറയുന്ന പ്രേക്ഷക പറയുന്നു, ഞാൻ ആലത്തൂർ ക്രസൻറ്റ് ഹോസ്പിറ്റലിൽ നിന്നുമാണ് ഈ മെസ്സേജ് അയക്കുന്നത്, വായിക്കാതെ പോകരുത് എന്ന് പറയുന്നു. ആമിന എസ് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ബേലൂർ മക്കിനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എവിടെയെന്ന് ഫസലുദ്ദീൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഇനിയുള്ള 1.5 മണിക്കൂറിൽ ഇന്നിതുവരെ പുറത്തു വന്ന വാർത്തകളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കും. ലീഗിൻ്റെ 3ാം സീറ്റിൻ്റെ കാര്യം എന്തായി എന്നുള്ള കാര്യം ഒരു പ്രേക്ഷകൻ മുഹമ്മദ് ഫൈസൽ എന്ന് പറയുന്ന പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. നോക്കാം, നമുക്ക് വിശദമായ റിപ്പോർട്ടുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉറപ്പായും ഉണ്ടാകും. പൊന്നാനിയിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് വഴി CPIM ലക്ഷ്യം പലതാണ്. പഴയ ലീഗ് നേതാവായ KS ഹംസയ്ക്ക് മുസ്ലിം സംഘടനകളുമായുള്ള ബന്ധം വോട്ടാകും എന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. ഹംസ സ്ഥാനാർത്ഥിയാകുന്നതോടെ കാര്യങ്ങൾ എളുപ്പമായി എന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. പൊന്നാനിയിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി ശക്തമായ മത്സരമെങ്കിലും നടത്തണമെന്ന് CPIM-നുള്ളിൽ തന്നെ അഭിപ്രായം ഉയർന്നതാണ്. സിറ്റിംഗ് MP ET മുഹമ്മദ് ബഷീറിന്റെ ജനപ്രീതി മറികടക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെയാണ് പാർട്ടി പരിഗണിച്ചത്. DYFI സംസ്ഥാന അധ്യക്ഷനായ V വസീഫിന്റെ പേര് ജില്ലാ കമ്മിറ്റിയിലും ഉയർന്നിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായാണ് മുൻ ലീഗ് നേതാവ് KS ഹംസയെ പൊന്നാനിയിൽ മത്സരിപ്പിക്കാൻ CPM തീരുമാനിച്ചത്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരനായ KS ഹംസയ്ക്ക് പല സാമുദായിക നേതാക്കളുമായി അടുത്ത ബന്ധമാണുള്ളത്. ഇരുവിഭാഗം സമസ്ത നേതാക്കളുമായും KS ഹംസയ്ക്ക് ബന്ധമുള്ളത് CPIM പോസിറ്റീവായി കാണുന്നു. ലീഗ് വിരുദ്ധ വോട്ടുകൾ കൂടി ലഭിച്ചാൽ മുന്നേറ്റമുണ്ടാകാൻ കഴിയുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. എന്നാൽ പൊന്നാനി മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനമുള്ള നേതാവല്ല KS ഹംസ എന്നാണ് ലീഗ് വിലയിരുത്തൽ. മാത്രമല്ല PK കുഞ്ഞാലിക്കുട്ടിയോട് ഇടഞ്ഞ് പാർട്ടി വിട്ട നേതാവ് LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ ലീഗ് അണികളിൽ ഊർജ്ജം കൂടുമെന്നും പാർട്ടി വിലയിരുത്തുന്നു. ഹംസ സ്ഥാനാർത്ഥിയാകുന്നതോടെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ പൊന്നാനിയിൽ ക്യാമ്പ് ചെയ്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. പഴയ ലീഗ് നേതാവായതിനാൽ ഹംസയെ പരാജയപ്പെടുത്താൻ ലീഗിന്റെ മുഴുവൻ സംവിധാനങ്ങളും രംഗത്തിറങ്ങും. ലീഗ് സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങൾ പരസ്പരം മാറി മത്സരിക്കുകയാണെങ്കിൽ
അബ്ദുസമദ് സമദാനിയാകും പൊന്നാനിയിൽ സ്ഥാനാർത്ഥി. സമീർ ബിൻ കരീം, 24 മലപ്പുറം. എറണാകുളത്ത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയുന്ന വനിതാ സ്ഥാനാർത്ഥിക്കായുള്ള CPIM അന്വേഷണമാണ് KJ ഷൈനിലേക്ക് എത്തിയത്. പുതുമുഖ സ്ഥാനാർത്ഥി അവതരിപ്പിച്ച് സ്വന്തം അണികളെപ്പോലും ഞെട്ടിച്ചിരിക്കുകയാണ് CPIM. മണ്ഡലത്തിൽ UDFന് വ്യക്തമായ മേൽക്കൈയുണ്ട് എന്നാണ് സിറ്റിംഗ് MP ഹൈബി ഈഡന്റെ പ്രതികരണം. പാർട്ടി അംഗം പോലുമല്ലാത്ത പൊതുസമ്മതരെ പലതവണ സ്ഥാനാർത്ഥികളാക്കി അണികളെ ഞെട്ടിച്ച പാരമ്പര്യം എറണാകുളത്ത് CPIMനുണ്ട്. പാർട്ടി അംഗങ്ങൾ പോലും വിമർശിച്ച ഈ സമീപനത്തിൽ നിന്നും മാറിയാണ് ഇത്തവണ പുതുമുഖ വനിതാ സ്ഥാനാർത്ഥിയെ എറണാകുളത്ത് മത്സരത്തിനായി CPIM രംഗത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ P. രാജീവ് ലക്ഷത്തിലേറെ വോട്ടിന് തോറ്റ മണ്ഡലത്തിലാണ് സാമുദായിക പ്രാതിനിധ്യവും പുതുമുഖമെന്ന പരിഗണനയും നൽകി KJ ഷൈന് അവസരം നൽകുന്നത്. മുൻപു മുതലേ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായിരുന്നുവെന്നും ഇത്തവണയും സജീവമായി തന്നെ രംഗത്തുണ്ടാകുമെന്നുമാണ് നിയുക്ത സ്ഥാനാർത്ഥിയുടെ ആദ്യ പ്രതികരണം. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലും ഇലക്ഷൻ വരുമ്പോൾ ഞാൻ ഇലക്ഷൻ വർക്കിൽ ഇറങ്ങുന്ന ആളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യം ഇറങ്ങും. ബാക്കി കാര്യങ്ങൾ പാർട്ടി തീരുമാനം അറിയുന്ന മുറയ്ക്ക് പാർട്ടി നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കും. വ്യക്തി എന്നതിനപ്പുറം തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നും MP എന്ന നിലയിൽ തന്റെ വികസനങ്ങളും മണ്ഡലത്തിൽ ചർച്ചയാകുമെന്ന് ഹൈബി ഈഡൻ. മണ്ഡലത്തിൽ UDFന് വ്യക്തമായ മേൽക്കൈയുണ്ട്. എന്നും UDFനെ പിന്തുണച്ച മണ്ഡലമാണ് എറണാകുളമെന്നും ഹൈബി പറഞ്ഞു. ഒരു വ്യക്തി എന്നതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യവും മാനവുമുണ്ട്. അപ്പം ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഈ സർക്കാരിനെ വിലയിരുത്തുന്ന, കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ വിലയിരുത്തുന്ന ഒരു MP എന്നുള്ള രീതിയിൽ എൻ്റെ പാർലമെൻ്ററി പെർഫോമൻസിനെയും മണ്ഡലത്തിലെ വികസന പദ്ധതികളും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എറണാകുളത്ത് UDF സ്ഥാനാർത്ഥിക്ക് വിജയം സുനിശ്ചിതമെന്നാണ് TJ വിനോദ് MLAയുടെ നിലപാട്. 24 കൊച്ചി. ഇനി UDFലെ ചർച്ചകൾ എങ്ങനെയാണ്? UDF സീറ്റ് വിഭജനം സമരാഗ്നി ജാഥയ്ക്ക് പിന്നാലെ പൂർത്തിയാക്കും. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യം ന്യായം എന്ന K. മുരളീധരന്റെ പ്രസ്താവന തള്ളി UDF കൺവീനർ MM ഹസൻ രംഗത്തെത്തി. ചർച്ച നടക്കുന്ന വിഷയത്തിൽ അഭിപ്രായം പറയാൻ കഴിയില്ല എന്ന് MM ഹസൻ പ്രതികരിച്ചു. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യത്തിൽ ഇന്നും ഒരു തീരുമാനത്തിലേക്കെത്താൻ UDF നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. സമരാഗ്നി ജാഥ നടക്കുന്നതിനാലാണ് UDF ഏകോപന സമിതി യോഗം വൈകുന്നത് എന്നാണ് നേതാക്കളുടെ വിശദീകരണം. എന്നാൽ ലീഗുമായി സമവായത്തിലെത്താൻ കഴിയാത്തതാണ് യഥാർത്ഥ പ്രശ്നം. ഇതിൽ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഏകോപന സമിതിയുടെ തീയതി തീരുമാനിക്കുമെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. ഉടൻ തന്നെ UDFന്റെ മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച പൂർത്തിയാക്കി UDF യോഗം ഉടൻ തന്നെ വിളിക്കാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. മുസ്ലിം ലീഗിന് 5 or 6 സീറ്റിന് അർഹതയുണ്ടെന്ന K. മുരളീധരന്റെ പ്രസ്താവന UDF കൺവീനർ തള്ളി. അതല്ല മുരളീധരന്റെ അഭിപ്രായം. ഞങ്ങൾ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയാൻ UDF കൺവീനർ എന്ന നിലയ്ക്ക് എനിക്ക് സാധിക്കില്ലല്ലോ. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും ആലപ്പുഴ, കണ്ണൂർ എന്നീ മണ്ഡലങ്ങൾ ഒഴികെയുള്ള ഇടങ്ങളിൽ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പ്രചാരണ രംഗത്ത് നേരിട്ടിറങ്ങാൻ RSS പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ഇതിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് യോഗം അടുത്ത മാസം 10-ന് RSS കൊച്ചിയിൽ വിളിച്ചു ചേർത്തു. ലക്ഷ്യ 2024 എന്ന പേരിലാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ യോഗം RSS സംഘടിപ്പിച്ചിട്ടുള്ളത്. മാർച്ച് 10-ന് കൊച്ചി ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിലാണ് യോഗം. പരിപാടിയിൽ സംസ്ഥാനത്തെ സംഘപരിവാർ അനുകൂല ഇൻഫ്ലുവൻസേഴ്സിന്റെ പങ്കാളിത്തം ഉറപ്പാക്കും. RSS BJP ദേശീയ നേതാക്കൾ പരിപാടിക്ക് നേതൃത്വം നൽകുമെന്നാണ് വിവരം. BJP പ്രചാരണ സംവിധാനം സംസ്ഥാനത്ത് ശക്തമല്ലെന്ന് സംഘടനയ്ക്കുള്ളിൽ നേരത്തെ തന്നെ ആക്ഷേപമുയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് RSS നേരിട്ട് കളത്തിലിറങ്ങുന്നത്. അതേസമയം BJP സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഈ മാസം അന്തിമ രൂപമാകും. പ്രധാന മണ്ഡലങ്ങളിൽ പ്രഖ്യാപനം വന്നില്ലെങ്കിലും സ്ഥാനാർത്ഥികൾ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. ഈ മാസം 27-ന് രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് വിവരം. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. തൃശൂരിൽ VS സുനിൽകുമാറും മാവേലിക്കരയിൽ CA അരുൺകുമാറും സ്ഥാനാർത്ഥികളാകാനാണ് സാധ്യത. 26-ന് ചേരുന്ന സംസ്ഥാന നേതൃയോഗമാണ് അന്തിമ തീരുമാനമെടുക്കുക. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഫീദ്, 4ഇടത്തും ഏതാണ്ട് പേരുകളിലേക്ക് എത്തുന്നുണ്ട് CPIയിലെ ചർച്ചകൾ എങ്ങനെയാണ് ഷഫീദ്? സർജിത, ഇന്ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് CPI സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഇന്ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ്
ജില്ലാ നേതൃയോഗങ്ങൾ ചേരാൻ നിർദ്ദേശം നൽകും. ജില്ലാ നേതൃയോഗങ്ങൾ തീരുമാനമാകുന്ന 3 പേരുകളായിരിക്കും തൊട്ടടുത്ത ദിവസം ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പ്രധാനമായും ചർച്ചയാവുക. ശേഷം 26ാമത്തെ നേതൃയോഗങ്ങൾക്ക് ശേഷം CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്യും. നിലവിൽ 4 സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. അത് തിരുവനന്തപുരം, മാവേലിക്കര, തൃശ്ശൂർ, വയനാട് എന്നീ സീറ്റുകളിലാണ്. ഇതിൽ 2 സീറ്റുകളിൽ ഏതാണ്ട് സ്ഥാനാർത്ഥി നിർണയം ധാരണയായിട്ടുണ്ട്. അതിൽ തൃശ്ശൂരിൽ VS സുനിൽകുമാർ സ്ഥാനാർത്ഥിയാകും. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലത്ത് ജനകീയ മുഖത്തെ പരീക്ഷിക്കുകയാണ് CPI മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. മാവേലിക്കരയിൽ AIYF നേതാവ് അരുൺകുമാറിനെ ഇതിനോടകം തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിയുടെ അടക്കം നിർദ്ദേശം അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിന് മുൻപിലുമുണ്ട്. ഇനിയുള്ളത് 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. അതിലൊന്ന് തിരുവനന്തപുരവും വയനാടും. തിരുവനന്തപുരത്ത് നേരത്തെ പന്ന്യൻ രവീന്ദ്രന്റെ പേര് ഉയർന്നു കേട്ടെങ്കിലും ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. CPI അങ്ങനെ ചില ആലോചനകൾ കൂടി നടത്തുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കാൻ എത്തിയെങ്കിൽ സ്വാഭാവികമായും ദേശീയ ശ്രദ്ധ നേടും. അങ്ങനെയെങ്കിൽ ആനി രാജയെ അവിടെ പരീക്ഷിക്കാം എന്നുള്ളൊരു ആലോചനയിലാണ് നിലവിൽ സംസ്ഥാന നേതൃത്വം ഉള്ളത്. റിജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഭിന്നതകൾ പരിഹരിച്ച് സംയുക്ത സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് നീക്കവുമായി ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾ. ഡൽഹിയിൽ ആം ആദ്മി കോൺഗ്രസ് പാർട്ടികൾ തമ്മിൽ ഏകദേശ സഖ്യധാരണയായിരിക്കുന്നു. ഉത്തർപ്രദേശിൽ സീറ്റ് ധാരണകൾക്ക് പിന്നാലെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമാകാൻ അഖിലേഷ് യാദവിനെ കോൺഗ്രസ് ക്ഷണിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സാമ്പത്തികമായി ദുർബലപ്പെടുത്താനുള്ള BJP നീക്കങ്ങൾ ഫലിക്കില്ല എന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. 7 സീറ്റുകളാണ് ഡൽഹിയിലുള്ളത്. 4 കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും അവകാശവാദം. ഭിന്നതയ്ക്ക് അയവുണ്ടായത് കോൺഗ്രസ് ഒരു സീറ്റ് വിട്ടു നൽകാൻ തയ്യാറായതോടെയാണ്. ഡൽഹിയിലെ 4 സീറ്റിൽ ആം ആദ്മിയും 3 സീറ്റിൽ കോൺഗ്രസും മത്സരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സാമ്പത്തികമായി ഞെരുക്കാനുള്ള നീക്കങ്ങളാണ് BJP ഇപ്പോൾ നടത്തുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പാർട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് 65 കോടി ഈടാക്കിയതടക്കമുള്ളവ ഇതിന്റെ ഭാഗമാണ്. They are taking away our money. Basically, they are stealing our money from the banks. This is a clearly state of affairs to denying the minimum level playing field for a political party to fight an election. സീറ്റ് ധാരണ രൂപപ്പെട്ടതിന് പിന്നാലെ ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിനെ ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്ക് കോൺഗ്രസ് ഒരിക്കൽ കൂടി ക്ഷണിച്ചു. ആഗ്രയിൽ യാത്രയുടെ ഭാഗമാകാനാണ് അഖിലേഷിനോടുള്ള അഭ്യർത്ഥന. അമേത്തിയിലോ റായ്ബറേലിയിലോ യാത്രയുടെ ഭാഗമാകാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സീറ്റ് ധാരണ രൂപപ്പെടാത്ത സാഹചര്യത്തിൽ അഖിലേഷ് വിട്ടുനിൽക്കുകയായിരുന്നു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. പ്രേക്ഷകരുടെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ കുഞ്ഞിമോൻ എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഹാഷ്മി എവിടെ എന്നുള്ള ചോദ്യവും ചോദിക്കുന്നുണ്ട്. ഹാഷ്മി ഇന്നില്ല, നാളെ ഈ പരിപാടിയുമായി ഹാഷ്മി പ്രേക്ഷകർക്കൊപ്പം ചേരും. മൊയ്തീൻ എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത് പുറത്തൊക്കെ നല്ല ചൂടാണ്, എല്ലാവരും ഒരുപാട് വെള്ളം കുടിക്കാൻ മറക്കരുത് എന്നുള്ള കാര്യമാണ് മൊയ്തീൻ ചൂണ്ടിക്കാട്ടുന്നത്. ബദറുദ്ദീൻ എന്ന് പറയുന്ന പ്രേക്ഷകനും ഹാഷ്മി എവിടെ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. പന്തളത്തേക്ക് പോയോ എന്നുള്ളതാണ് ബദറുദ്ദീൻ ചോദിക്കുന്നത്. റാഷിദ് അലി ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. അതുപോലെ വിഷ്ണു ഓണക്കൂർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഹനീഫ എന്ന് പറയുന്ന പ്രേക്ഷകൻ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഷാനു എന്ന് പറയുന്ന പ്രേക്ഷകൻ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. മികച്ച സ്ഥാനാർത്ഥികളാണ് എന്നും മികച്ച സ്ഥാനാർത്ഥികളല്ല എന്നുമൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് കമൻറ്റുകൾ അതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. കുഞ്ഞനന്തൻ്റെ മരണത്തിൽ ദുരൂഹതയെന്ന് KM ഷാജി. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി PK കുഞ്ഞനന്തന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. കേസിൽ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്തനാണ് എന്നും രഹസ്യം ചോരുമോ എന്ന ഭയം വന്നപ്പോൾ കൊന്നവരെ കൊല്ലുമെന്നും KM ഷാജി പറഞ്ഞു. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കുഞ്ഞനന്തന്റെ മകൾ PK ഷബ്ന പ്രതികരിച്ചു. TP വധക്കേസ് ചർച്ചകൾ വീണ്ടും സജീവമാകുമ്പോഴാണ് KM ഷാജിയുടെ ആരോപണം. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് KM ഷാജി. ഫസൽ കൊലക്കേസിലെ 3 പേരെ കൊന്നത് CPM ആണെന്നും ആരോപണം. കുഞ്ഞനന്തൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ്. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുറച്ചാളുകളെ കൊല്ലാൻ വിടും, അവർ കൊന്നുകഴിഞ്ഞ് വരും. കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും. ഫസൽ കൊലപാതക കേസിലെ 3 പേരെ കൊന്നത് CPM ആണ്. ഷുക്കൂറിന്റെ കൊലപാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ആത്മഹത്യ ചെയ്ത വിധത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി അത് കുഞ്ഞനന്തനാണ്. മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിം ലീഗ് മുനിസിപ്പൽ സമ്മേളന വേദിയിലാണ് KM ഷാജിയുടെ പ്രസംഗം.
എന്നാൽ പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് മകൾ പി കെ ഷെബിന പ്രതികരിച്ചു. തന്റെ പിതാവ് മരിക്കാൻ കാരണമായത് UDF ഭരണകൂടമാണെന്നും പാർട്ടിയുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും പി കെ ഷെബിന പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ദുരൂഹതയും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. എന്താണെന്ന് പറഞ്ഞാല് അച്ഛന്റെ അസുഖത്തിന് കൃത്യമായ ചികിത്സ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന UDF സർക്കാർ നൽകാതിരുന്നത് കാരണമാണ് അച്ഛനെ അസുഖം ഓർത്തത്. കൃത്യമായ സമയത്ത് കൃത്യമായ ചികിത്സ ലഭിച്ചില്ല. TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട ലീഗ് നേതാവ് KM ഷാജി പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹത്തിന് മാത്രമേ പറയാൻ കഴിയൂവെന്ന് MM ഹസൻ. അല്ല, ഷാജി പറഞ്ഞത് അതിന്റെ വസ്തുതകൾ എന്താണെന്നത് അദ്ദേഹത്തിന് മാത്രമേ സംസാരിക്കുകയും ചെയ്യാൻ പറ്റൂ. ജയിലിൽ എല്ലാവിധ VIP ട്രീറ്റ്മെന്റ് അല്ലേ കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് UDF ഭരിക്കുമ്പോഴും LDF ഭരിക്കുമ്പോഴും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ TP കേസ് വീണ്ടും സജീവമാക്കാനാണ് KM ഷാജിയുടെ നീക്കം. 24 മലപ്പുറം. സപ്ലൈകോയിൽ മാധ്യമങ്ങളെ വിലക്കിയുള്ള ശ്രീരാം വെങ്കിട്ടരാമന്റെ ഉത്തരവ് ന്യായീകരിച്ച് ഭക്ഷ്യമന്ത്രി GR അനിൽ. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു വരുന്ന എല്ലാവരെയും ഔട്ട്ലെറ്റുകളിൽ കയറ്റിവിടാൻ കഴിയില്ല. ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന പേരിൽ എല്ലാവരും വരികയാണ്. അനുവാദമില്ലാതെ കയറിയിറങ്ങാൻ കഴിയുന്ന അവസ്ഥയുണ്ടായാൽ അത് സ്ഥാപനത്തെ തകർക്കുമെന്നും ഭക്ഷ്യമന്ത്രി ന്യായീകരിച്ചു. സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങളുടെ ക്ഷാമമടക്കം പുറത്തുവരുന്ന സാഹചര്യത്തിലായിരുന്നു മുൻകൂർ അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പകർത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി സപ്ലൈകോ CMD ഉത്തരവ് ഇറക്കിയത്. ഇപ്പോൾ മാധ്യമങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള വിമർശനം വരുന്നതിനെല്ലാം നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ അത് നമ്മളൊരു സ്ഥാപനത്തെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ്. എന്നാൽ അതിനെ നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള അവസ്ഥ വന്നതുകൊണ്ടാണ്. നിങ്ങൾ കണ്ടില്ലേ, എത്രയോ നാളായിട്ട് ഇതെല്ലാം പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരുന്ന ഒരു ഓഫീസും ഒരു സ്ഥാപനങ്ങളുമായിരുന്നു. അപ്പോൾ അത് അനുവാദം വാങ്ങിച്ചിട്ട് അവിടെ എടുക്കുന്നതിനൊന്നും ആരും എതിരല്ല. ഗവൺമെൻറ്റിനും അതിനെതിരൊന്നുമില്ല. ഞാൻ ഉദ്ഘാടന സ്ഥലങ്ങളിലെല്ലാം തന്നെ എല്ലാ ഉൽപ്പന്നങ്ങളും എല്ലാം എടുത്ത് പരിശോധിക്കാനും കാണാനും കഴിയുന്ന അവസരമല്ല നൽകുന്നത്. അത് നാളെയും എല്ലാ മാധ്യമങ്ങൾക്കും ജസ്റ്റ് അതിൻ്റെ ഒരു അനുവാദത്തോട് കയറുന്നത് പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ അനുവാദമില്ലാതെ ആ മാധ്യമമെന്ന് പറഞ്ഞ് വരുന്ന എല്ലാവരെയും അങ്ങനെ കയറി ഇറങ്ങാൻ കഴിയുന്ന ഒരു അവസരം നൽകിയാൽ അത് ആ സ്ഥാപനത്തെ തകർക്കുന്ന സ്ഥിതി വരും. അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. സപ്ലൈകോടെ ബാലൻ ചക്കുശ്ശേരി എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു, സന്തോഷകരമായ ആളുകൾക്ക് സന്തോഷം നൽകുന്ന, അവരെ പ്രചോദിപ്പിക്കുന്ന പോസിറ്റീവായ വാർത്തകളൊന്നുമില്ലേ എന്നാണ് ബാലൻ ചക്കുശ്ശേരി എന്ന് പറയുന്ന പ്രേക്ഷകൻ ചോദിക്കുന്നത്. ഷിബു കുര്യൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ അഭിപ്രായമായി രേഖപ്പെടുത്തുന്നത്, ഇനി തെരഞ്ഞെടുപ്പ് കാലം വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലമാണത്, വോട്ടർമാർക്ക് വിലയുള്ള വളരെ കുറച്ച് ദിനങ്ങൾ എന്നാണ് ഒരു അഭിപ്രായമായി ഷിബു കുര്യൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ രേഖപ്പെടുത്തുന്നത്. ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് പോവുകയാണ്. അടുത്ത മാസം 7-ന് മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ട് പ്രതിഷേധിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും മാർച്ചും ധർണയും സംഘടിപ്പിക്കാനും സംയുക്ത സമരസമിതി തീരുമാനിച്ചു. സൂചനാ സമരങ്ങൾ ഫലം കാണാതെ വന്നതാണ് റേഷൻ കടകൾ അടച്ചിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ വ്യാപാരികളെ പ്രേരിപ്പിച്ചത്. മാർച്ച് 7-ന് നടക്കുന്ന സമരത്തിൽ സംസ്ഥാനത്തെ 14,000-ഓളം വ്യാപാരികൾ പങ്കെടുക്കും. വേതന പാക്കേജ് പരിഷ്കരിക്കുക, കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക എന്നിവയാണ് ആവശ്യം. മാർച്ച് 7-ന് റേഷൻ കടകൾ അടച്ചിട്ടുകൊണ്ട് കേരളത്തിലെ പ്രബല സംഘടനകളായ AKRRDA, ജോണി നെല്ലൂർ നയിക്കുന്ന AKRRDA, അതേമാതിരി CITU, കേരളത്തിലെ ഭരണപാർട്ടിയുടെ G. സ്റ്റീഫൻ MLA ആണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, കൃഷ്ണപ്രസാദ് CPIയുടെ നേതാവ് കൃഷ്ണപ്രസാദ്, അതേമാതിരി തന്നെ അടൂർ മുൻ ഭക്ഷ്യമന്ത്രി നയിക്കുന്ന അടൂർ പ്രകാശ് നയിക്കുന്ന സംഘടന, ഈ 4 സംഘടനകളെ ഞങ്ങൾ സമരത്തിലേക്ക് നോട്ടീസ് കൊടുത്തത്. ഈ നോട്ടീസ് മുഖ്യമന്ത്രിക്കും ഭക്ഷ്യമന്ത്രിക്കും ധനമന്ത്രി ഉൾപ്പെടെ എല്ലാവർക്കും ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് കാലത്തെ സൗജന്യ കിറ്റ് വിതരണം ചെയ്തതിലെ പണം ഉൾപ്പെടെ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും നൽകിയില്ലെന്നും ബജറ്റിൽ ഉൾപ്പെടെ പരിഗണിച്ചില്ലെന്നും റേഷൻ വ്യാപാരികൾ പറയുന്നു. ഭരണപക്ഷ സംഘടനകളും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതും പ്രത്യേകതയാണ്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. BJPയിലെ പ്രചാരണ ഗാന വിവാദം പ്രേക്ഷകർക്കറിയാം. അതിൽ IT സെൽ കൺവീനർ S. ജയശങ്കറിനെ മാറ്റണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഘടകം കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനുമായുള്ള അഭിപ്രായ ഭിന്നതകൾക്കിടയിലാണ് നീക്കം. പ്രചാരണ ഗാന വിവാദത്തിൽ IT സെൽ കൺവീനർ S. ജയശങ്കർ സംസ്ഥാന അധ്യക്ഷന് വിശദീകരണം നൽകിയിട്ടുണ്ട്. പൊന്നാനിയിലെ പദയാത്രയ്ക്കിടെ ലൈവ് നൽകാൻ ഏൽപ്പിച്ച BJP അനുഭാവി ടീമിന് അബദ്ധം പറ്റിയതെന്ന വിശദീകരണം സംസ്ഥാന നേതൃത്വം പക്ഷേ തള്ളുകയാണ്. പൊന്നാനിയിലെ പദയാത്രയ്ക്കിടെ ലൈവ് നൽകാൻ ഏൽപ്പിച്ച BJP അനുഭാവി ടീമിന് അബദ്ധം പറ്റി. പവർ സപ്ലൈ നഷ്ടപ്പെട്ട് ലൈവ് കട്ടായപ്പോൾ യൂട്യൂബിൽ നിന്ന് BJP പ്രചാരണ ഗാനങ്ങൾ പ്ലേ ചെയ്തു. ഷഫിൾ ചെയ്ത് പ്ലേ ആയപ്പോൾ UPA കാലത്തെ പ്രചാരണ ഗാനം കൂടെ പ്ലേ ആയതാണ് അബദ്ധമായത്.
BJP മലപ്പുറം സോഷ്യൽ മീഡിയ ടീം നൽകിയ ഈ വിശദീകരണം തന്നെ IT സെൽ കൺവീനർ എസ് ജയശങ്കർ സംസ്ഥാന പ്രസിഡന്റിനും രേഖാമൂലം നൽകുകയായിരുന്നു. എന്നാൽ ഈ മറുപടിയിൽ സംസ്ഥാന നേതൃത്വം തൃപ്തരല്ല. 2019 UPA ഭരണകാലത്ത് V മുരളീധരൻ നടത്തിയ പദയാത്രയിലെ പ്രചാരണ ഗാനമാണ് ലൈവിൽ പ്ലേ ആയത്. BJP കേരളം യൂട്യൂബ് ചാനൽ ഉണ്ടായതാവട്ടെ 2014-ലും. 2009-ലെ ഗാനം ലൈവിൽ പോയത് കയ്യബദ്ധമല്ല എന്ന നിലപാടിൽ സംസ്ഥാന നേതൃത്വം ഉറച്ചു നിൽക്കുന്നു. മലപ്പുറം ജില്ലാ IT സെൽ നൽകിയ വിശദീകരണം എറണാകുളം സോണൽ കൺവീനർ ജിനോയ് KJ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു. എസ് ജയശങ്കറും കെ സുരേന്ദ്രനുമായി നിലനിൽക്കുന്ന ശീതസമരത്തിന്റെ അനന്തരഫലമാണ് പ്രചാരണഗാന വിവാദമെന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വം സംശയിക്കുന്നു. എസ് ജയശങ്കറിനെ IT സെൽ കൺവീനർ സ്ഥാനത്തു നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു. കേരള പദയാത്രയുടെ പോസ്റ്റർ വിവാദത്തിലും IT സെൽ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. നേരത്തെയും IT സെല്ലിനെതിരെ നിരവധി പരാതികൾ കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ചിരുന്നെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. ദേശീയ സംഘടനാ സെക്രട്ടറി BL സന്തോഷിന്റെ നോമിനിയായാണ് എസ് ജയശങ്കർ അറിയപ്പെടുന്നത്. എസ് ശ്രീകാന്തിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. BJPയെ പ്രതിരോധത്തിലാക്കിയ പ്രചാരണ ഗാന വിവാദത്തിൽ സംസ്ഥാന IT സെൽ കൺവീനർ എസ് ജയശങ്കറിനെതിരെ നടപടി വേണ്ട എന്ന് പ്രകാശ് ജാവ്ദേക്കർ. ഇത്തരം പിഴവുകൾ സാധാരണമാണെന്നും നടപടിയെടുക്കേണ്ടതില്ല എന്നും കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. സമൂഹമാധ്യമമായ എക്സിലൂടെയായിരുന്നു പ്രതികരണം. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, പാർട്ടിക്കാകെ BJPക്കാകെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്, വിവാദമാണ്. അതിൽ എസ് ജയശങ്കറിനെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തെ സമീപിക്കുന്നു. പക്ഷേ നടപടിയില്ല എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. എന്താണ് വിവരങ്ങൾ അലക്സ്? റിജിത്ത് സൂചിപ്പിച്ചതുപോലെ BJPക്കുള്ളിൽ ആകെ നീറിപ്പുകയുന്ന ഒരു വിഷയമായി പ്രചാരണകാരവും പോസ്റ്റർ വിവാദവും മാറിയിട്ടുണ്ട്. പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം വരുന്ന നേതാക്കൾ, സംസ്ഥാന നേതൃത്വം വലിയ അമർഷത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന അധ്യക്ഷൻ തന്നെ നയിക്കുന്ന ഒരു സംസ്ഥാന ജാഥയിൽ ഇത്തരം ഒരു പിഴവ് കടന്നുകൂടുക എന്നുള്ളത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായി പാർട്ടി വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് IT സെൽ കൺവീനർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്ഥാനത്തു നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചത്. ഈ വാർത്തകൾ പുറത്തു വന്നതിന് നിമിഷങ്ങൾ പിന്നാലെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ അതിൽ ഒരു മറുപടിയുമായി രംഗത്ത് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആർക്കെതിരെയും നടപടി ഉണ്ടാകില്ല എന്നാണ്, നടപടിയെടുക്കേണ്ട സാഹചര്യമില്ല എന്നാണ് പ്രകാശ് ജാവ്ദേക്കർ എക്സ്പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. പൊന്നാനിയിൽ സംഭവിച്ചത് ഒരു പ്രാദേശിക വീഴ്ച മാത്രമാണ്, ചെറിയ കയ്യബദ്ധം മാത്രമാണ്. 2013-ലെ UPA കാലത്തെ പ്രചാരണ ഗാനമാണ് അത്തരത്തിൽ പ്ലേ ആയതെന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, പ്രകാശ് ജാവ്ദേക്കർ മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത്തരം തെറ്റുകൾ, ഇത്തരം പിഴവുകൾ പത്രങ്ങളിൽ നിത്യേന സംഭവിക്കുന്നുണ്ട്. അതുമാത്രമല്ല, BJPക്കെതിരെ വാർത്ത നൽകുമ്പോൾ യാഥാർത്ഥ്യം തേടണം എന്നും അദ്ദേഹം ആ എക്സ്പോസ്റ്റിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ BJPയുടെ IT സെൽ കൺവീനർ എസ് ജയശങ്കറെ സംഘടനാ ജനറൽ സെക്രട്ടറി, ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷിന്റെ നോമിനിയായാണ് കണക്കാക്കുന്നത്. പാർട്ടിയിലെ വിഭാഗീയതയിലേക്ക് വെളിച്ചം വീശുന്ന, അത് ശക്തമാകുന്ന വിമർശനങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ ആവശ്യം പാർട്ടി, അതായത് പ്രകാശ് ജാവ്ദേക്കർ അല്ലാതെ പാർട്ടി ദേശീയ നേതൃത്വം അത് സംബന്ധിച്ച് പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാര്യം. ശരി, പ്രചാരണ ഗാന വിവാദത്തിൽ സംസ്ഥാന IT സെൽ കൺവീനർ എസ് ജയശങ്കറിനെതിരെ നടപടി വേണ്ട, അതൊരു സ്വാഭാവികമായി സംഭവിക്കുന്ന പിഴവ്, സാധാരണ സംഭവിക്കുന്ന ഒരു പിഴവ് എന്നുള്ള നിലയിലാണ് പ്രകാശ് ജാവ്ദേക്കർ അതിനെ നോക്കിക്കാണുന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഇനി നമ്മൾ മാർക്കറ്റ് വ്യൂവിലേക്കാണ് പോകുന്നത്. മാർക്കറ്റ് വ്യൂവുമായി പ്രേക്ഷകർക്കൊപ്പം സൂര്യശ്രീ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ഓഹരി വിപണിയിൽ നേട്ടം കൈവിട്ട് ഇന്ത്യൻ ബെഞ്ച്മാർക്ക് സൂചികകൾ. സെൻസെക്സ് 300 പോയിന്റ് താഴ്ന്നു. നിഫ്റ്റി 22,000-ന് താഴെ വ്യാപാരം നടത്തുന്നു. പൊതുമേഖലാ ബാങ്ക് ഓഹരികൾ വൻ നഷ്ടത്തിൽ. എഡ്യൂക്കേഷൻ ആപ്പ് ബൈജൂസിനെതിരെ വീണ്ടും നടപടി. വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചെന്നാരോപിച്ച് ED ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. 9,362 കോടി രൂപയുടെ ക്രമക്കേടിലാണ് അന്വേഷണം. പരിപ്പിറക്കുമതിക്ക് വില പരിധി നിശ്ചയിക്കുമെന്ന മുന്നറിയിപ്പുമായി കേന്ദ്രം. നടപടി ആഭ്യന്തര വില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി. തീരുമാനത്തിനെതിരെ സമ്മിശ്ര പ്രതികരണവുമായി വ്യാപാരികൾ.
വ്യവസായ രംഗത്ത് കുതിപ്പുമായി ഇന്ത്യ. ഈ മാസത്തെ ബിസിനസ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 7 മാസങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന നിലയിൽ. രാജ്യത്ത് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനായെന്നും കയറ്റുമതികൾ ഉയർന്നെന്നും റിപ്പോർട്ടുകൾ. പുനരുജ്ജീവന തന്ത്രങ്ങളുമായി സ്പൈസ് ജെറ്റ് 316 കോടി രൂപയുടെ ധനസമാഹരണം നടത്തി. 1000 കോടി രൂപ അധിക ധനസമാഹരണത്തിനുള്ള നടപടികളും ആരംഭിച്ച് കമ്പനി. ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ്. ശക്തമായ ആഗോള സൂചനകൾ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ഇന്നൊരു നഷ്ടത്തിന്റെ ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റെക്കോർഡ് നേട്ടങ്ങളെയൊക്കെ വിൽപ്പന സമ്മർദ്ദത്താൽ താഴേക്ക് വലിച്ചിഴച്ച കാഴ്ചയാണ് നമ്മൾ ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ കണ്ടത്. പൊതുമേഖലാ ബാങ്കുകളാണ് വിപണിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയത്. ഏകദേശം 1% നഷ്ടമാണ് പൊതുമേഖലാ ബാങ്ക് ഓഹരികളിൽ ഇന്ന് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ബാങ്ക് ഓഹരികൾ വളരെയധികം ഇന്ത്യൻ ഓഹരി വിപണിയെ പിന്തുണച്ചിരുന്നു. പക്ഷേ ഇന്ന് ആ പ്രോഫിറ്റ് ടേക്കിങ്ങിന്റെ ഒക്കെ ഒരു ദിവസമാണ് ഇന്നെന്ന് തോന്നുന്നു. ആ ഒരു വിൽപ്പന സമ്മർദ്ദം ഇന്ന് വിപണിയിൽ പ്രകടവുമാണ്. ഇനി സൂചികകളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയിൽ ഇന്ന് നിഫ്റ്റിയുടെ ഓൾമോസ്റ്റ് എല്ലാ സൂചികകളും നെഗറ്റീവ് മോഡിലാണ് വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി 50 88 പോയിന്റ് താഴെ 21,966 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇന്ന് 21,994 ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് വന്നിരുന്നു. 21,875 വരെ നഷ്ടം ഇന്ന് നിഫ്റ്റി 50 ഉണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്ക് ആണ് നിഫ്റ്റി സൂചികകളിൽ ഏറ്റവും കൂടുതൽ ഒരു നഷ്ടം രേഖപ്പെടുത്തിയത്. 448 പോയിന്റ് ഇടിവിൽ 46,571 പോയിന്റാണ് നിഫ്റ്റി ബാങ്കിലുള്ളത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പബ്ലിക് സെക്ടർ ബാങ്ക് ഓഹരികളിലൊക്കെ തന്നെ 1% നഷ്ടമാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിലേക്ക് വരികയാണെങ്കിലും അവിടെയും 184 പോയിന്റ് ഇടിവിൽ 20,502 പോയിന്റിലാണ്. പക്ഷേ നിഫ്റ്റി മിഡ് ക്യാപ്പ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പിലൊക്കെ തന്നെ ഒരു പിന്തുണയുണ്ട്. അതൊരു പക്ഷേ മെറ്റൽ, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഓഹരി വിപണിയെ നഷ്ടത്തിലായിരുന്ന IT ഓഹരികളുടെയൊക്കെ ഒരു ഉണർവ് ഈ മിഡ് ക്യാപ്പ് സൂചികളിലൊക്കെ തന്നെ പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് പറയാം. അവിടെ ഒരു ചെറിയൊരു നേട്ടമുണ്ട്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഈ ഒരു ഇടിവ് പ്രകടമാണ്. 262 പോയിന്റ് ഇടിവിൽ 72,358 പോയിന്റിലാണ് സെൻസെക്സിൽ വ്യാപാരം നടക്കുന്നത്. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ് DBFSന്റെ മാനേജിംഗ് ഡയറക്ടറായ പ്രിൻസ് ജോർജ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പ്രിൻസ് ജോർജ്. മാർക്കറ്റ് ഒരു നെഗറ്റീവ് നോട്ടിലേക്കൊക്കെ പോയിരിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും ഒരു വിൽപ്പന സമ്മർദ്ദത്തിന്റെ കാരണങ്ങൾ? വലിയൊരു കറക്ഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യശ്രീ. ഇന്നലെ തുടങ്ങിയ ഒരു മാർക്കറ്റിലുള്ള കറക്ഷൻ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നലെ ആണ് ട്രെൻഡ് റിവേഴ്സലിന്റെ ആദ്യത്തെ സൈനുകൾ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് വന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ ഇപ്പം ബാങ്കിങ് ഓഹരികളടക്കം പബ്ലിക് സെക്ടർ അടക്കം എല്ലാ സ്റ്റോക്കുകളിലും ഒരു സെല്ലിങ്ങും ഉണ്ടായി. വലിയ പരിഭ്രാന്തരാകേണ്ട കാര്യമോ അല്ലെങ്കിൽ വലിയൊരു സെല്ലിംഗ് പ്രഷർ കണ്ടിന്യൂ ചെയ്ത് വരുമോ എന്നുള്ള ഒരു തോന്നൽ എനിക്കില്ല. അതിനെ പറ്റിയുള്ള സൂചനകളും ഇപ്പോഴില്ല. അത് നമുക്ക് മാർക്കറ്റിനെ വാച്ച് ചെയ്ത് അടുത്ത ദിവസങ്ങളിലേ പറയാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ മാർക്കറ്റ് ഈ കറക്ഷൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സൂചനകളുമില്ല. എന്ന് പറഞ്ഞാൽ നാളെയോ അല്ലെങ്കിൽ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലോ കുറച്ചുകൂടെ ഒക്കെ വേണമെങ്കിലും താഴേക്ക് വരാം. അങ്ങനെ മാർക്കറ്റ് ഒരു ടെമ്പററി ആയിട്ടൊരു ബോട്ടം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ പിന്നെ അവിടുന്ന് റിവേഴ്സ് ചെയ്ത് മാർക്കറ്റ് പിന്നീട് അപ്വേർഡ് ഡയറക്ഷനിൽ പോകാനുള്ള ചാൻസ് ഉള്ളൂ. ഇപ്പോൾ നമുക്കറിയാം ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ എന്ന് പറയുന്നത് പൊതുവെ ഇയർ എൻഡിങ്ങിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അങ്ങനെ പല രീതിയിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുള്ള ഒരു പീരീഡാണ്. ഈ പീരീഡിൽ വലിയൊരു റാലിക്കുള്ള സ്കോപ്പ് എന്ന് പറയുന്നത് ജനറൽ ഇലക്ഷനെ സംബന്ധിച്ചുള്ള ന്യൂസ് വരുമ്പോഴാണ്. അപ്പോൾ ആ ന്യൂസുകളെ ആയിരിക്കും മാർക്കറ്റ് ഇപ്പോൾ വാച്ച് ചെയ്യുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാർക്കറ്റ് കുറച്ചൊരു നിരാശാജനകമായിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇന്നും വേണമെങ്കിൽ അത് 2-3 ദിവസം കൊണ്ട് അടുത്ത വ്യാഴാഴ്ചയാണ് നമ്മുടെ F&O എക്സ്പയറി വരുന്നത്, മന്ത്ലി എക്സ്പയറി. ഇന്ന് നിഫ്റ്റി ഓപ്ഷൻസിന്റെ വീക്ക്ലി എക്സ്പയറിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാർക്കറ്റിൻ്റെതായിട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് മാർക്കറ്റിൽ ഈ കറക്ഷനായിട്ട് തന്നെയാണ് നമുക്കിതിനെ കാണാൻ സാധിക്കത്തുള്ളൂ. വലിയ തോതിൽ ട്രേഡേഴ്സ് പോയിട്ട് ഇപ്പോൾ പൊസിഷൻ ബിൽഡ് ചെയ്യുന്നത് ഒട്ടും ആശ്വാസകരമായിട്ടുള്ള കാര്യമല്ല. ഇൻവെസ്റ്റേഴ്സ്, ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ താഴേക്ക് വരുമ്പോൾ നല്ല സ്റ്റോക്കുകൾ വാങ്ങുകയും അവരുടെ പോർട്ട്ഫോളിയോ ഒന്നുകൂടെ കൺസോളിഡേറ്റ് ചെയ്യുകയും ചെയ്യാം. നന്ദി. ശ്രീ പ്രിൻസ് ജോർജ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. എന്തായാലും വിപണി ഒരു ഏകീകരണത്തിലേക്കൊക്കെ പോകുമോ എന്നും വിൽപ്പന സമ്മർദ്ദം മാർക്കറ്റിനെ വീണ്ടും തളർത്തുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. കൂടുതൽ വിപണി വാർത്തകളുമായി മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിൽ വൈകിട്ട് 4:45 കാണാം. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം TK രജിത്ത് ഗുഡ് ആഫ്റ്റർനൂണുമായി തുടരും. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും വന്യജീവി ഭീതി ഒഴിയാതെ നാട്. മനുഷ്യർക്ക് ഭീഷണിയാകുന്ന ക്ഷുദ്രജീവികളെ വെടിവെച്ച് കൊല്ലാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. അതിനാൽ വനം വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യമില്ല. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് സഹായധനമായി കേന്ദ്ര സർക്കാർ 10 ലക്ഷം രൂപ നൽകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ തുക എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ നൽകാത്തതെന്ന് വിശദീകരിക്കണമെന്ന് UDF MLA മാർ ആവശ്യപ്പെട്ടു.
ഏറെ പ്രതീക്ഷയോടെയായിരുന്നു വയനാട് കേന്ദ്ര വനം മന്ത്രിയുടെ സന്ദർശനത്തെ കണ്ടിരുന്നത്. പുതിയ പ്രഖ്യാപനങ്ങളോ പദ്ധതികളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളോ ഉണ്ടായില്ല. ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം ഗുരുതരമാണെന്ന് മന്ത്രി പറഞ്ഞു. 3 സംസ്ഥാനങ്ങളിലെയും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനും ആനത്താരകൾ വീണ്ടെടുക്കുന്നതിനും കോയമ്പത്തൂരിലെ സലീം അലി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തും. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ജീവന് ഭീഷണിയാകുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള ഉത്തരവിറക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര നിയമ ഭേദഗതി വേണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. So power is already there. The state government wants, their power is with them, with their chief wildlife, the power is there. And under that power, he can issue permission to trap, catch or kill a problematic animal. വന്യജീവി ആക്രമണങ്ങളിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സഹായമായി 10 ലക്ഷം രൂപ നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ ഈ തുക വയനാട്ടിൽ ഒരു കുടുംബത്തിനും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നായിരുന്നു MLA-മാരായ ടി സിദ്ദിഖിന്റെയും IC ബാലകൃഷ്ണന്റെയും ആരോപണം. ഈ പണം എവിടെ ചിലവഴിക്കുന്നുവെന്ന് പറയാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. മന്ത്രി ഇവിടെ പറഞ്ഞത് 10 ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെൻറ് നൽകുന്നു എന്നുള്ളതാണ്. ആ സെൻട്രൽ ഗവൺമെൻറ് നൽകിയതായിരിക്കുന്ന തുക എന്തുകൊണ്ട് വിക്ടിംസിന് കിട്ടിയില്ല എന്നുള്ളത് കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി ഈ കാര്യത്തിൽ ഉത്തരവാദിത്തത്തോടു കൂടി മറുപടി പറയണം. ഇപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞു, ഞങ്ങളിത് ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞു 10 ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നു. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരായി ഞങ്ങൾ ചർച്ച നടത്തിയപ്പോൾ അവർ പറയുന്നു ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ പദ്ധതിയിൽ നിന്നാണ്, അക്കൗണ്ടിൽ നിന്നാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ സംശയങ്ങൾക്കിട വന്നു. ഈ സംശയം ദൂരീകരിക്കേണ്ടത് കേന്ദ്രവും സംസ്ഥാന സർക്കാരുകൾ ജനപ്രതിനിധികളുടെയും ഇവിടുത്തെ പൊതുജനങ്ങളുടെയും സംശയങ്ങൾ തീർക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്ക് രണ്ടുപേർക്കുമുണ്ട്. അതേസമയം കേന്ദ്രമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ നിന്ന KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോകുൽദാസ് അടക്കമുള്ളവരാണ് അറസ്റ്റിലായത്. 24 വയനാട്. ബേലൂർ മഖ്നയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എവിടെയെന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു. വയനാട് മാനന്തവാടിയിലെ ആളക്കൊല്ലിയായ ബേലൂർ മഖ്ന കർണാടകയിലെ വനമേഖലയിൽ തുടരുന്നുവെന്നാണ് റേഡിയോ കോളർ സിഗ്നലിൽ നിന്ന് വ്യക്തമാവുന്നത്. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ഹൈദരാബാദിലെ വന്യജീവി വിദഗ്ധനായ നവാബ് അലി ഖാൻ ദൗത്യസംഘത്തിനൊപ്പം ചേർന്നു. അതേസമയം ജില്ലയുടെ സ്പെഷ്യൽ നോഡൽ ഓഫീസറായി ഈസ്റ്റേൺ CCF K വിജയാനന്ദ് ചുമതലയേറ്റു. കർണാടക വനമേഖലയിലേക്ക് കടന്ന ബേലൂർ മഖ്ന അവിടെ തന്നെ തുടരുന്നതായാണ് റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാന വനം വകുപ്പ് ആനയുടെ ചലനങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ കനത്ത ജാഗ്രതയുണ്ട്. അതിർത്തി പ്രദേശത്ത് റോന്തു ചുറ്റുകയാണ് വനപാലകരുടെ സംഘം. സംസ്ഥാന വനം വകുപ്പിനെ സഹായിക്കാൻ ഹൈദരാബാദിൽ നിന്നുള്ള വന്യജീവി വിദഗ്ധനായ നവാബ് അലി ഖാൻ ദൗത്യസംഘത്തിന്റെ ഭാഗമായി. ട്രാക്കിംഗ് വിദഗ്ധനും ഷാർപ്പ് ഷൂട്ടറുമാണ് ഇദ്ദേഹം. ദൗത്യസംഘത്തിന് വേണ്ട ഉപദേശങ്ങൾ നൽകുക എന്നതാണ് ചുമതല. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ 4 വിദഗ്ധർ കൂടി സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ആനയെ പിടികൂടും വരെ ദൗത്യം തുടരുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. നമുക്ക് ആ ശ്രമത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. കാരണം ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ടല്ലോ. ആനയുടെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയും അതാത് സമയത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരത്തോടെ ഇന്നിപ്പം ഹൈദരാബാദിൽ നിന്നും വന്യജീവി വിദഗ്ധൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഉപദേശമൊക്കെ തേടിക്കൊണ്ട് ഈ കാര്യങ്ങൾക്ക് ഒരു അന്തിമമായ പരിഹാരം ഉണ്ടാകുന്നത് വരെയുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കില്ല. അതേസമയം ജില്ലയിൽ സ്പെഷ്യൽ നോഡൽ ഓഫീസറായി ഈസ്റ്റേൺ CCF K വിജയാനന്ദ് ചുമതലയേറ്റു. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ഏകോപിപ്പിക്കുക എന്നതാണ് പ്രധാന ചുമതല. സവിശേഷ അധികാരമുള്ള ഓഫീസറായിരിക്കും വയനാട് CCF. 24 വയനാട്. സലീം റാഫി എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു 24 ഇപ്പോൾ കോൺഗ്രസ് അനുകൂല ചാനലായി മാറിയെന്ന്. എന്തുകൊണ്ടാണ് സലീം റാഫി അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയതെന്ന് സത്യമായിട്ടും മനസ്സിലായില്ല. ഷൈജ വർഗീസ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷക ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. അതുപോലെ വിഷ്ണു ജി എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ കമൻറ്റ് ബോക്സിൽ കുറിക്കുന്നത് കേരളത്തിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മലയോര മേഖലയിലെ ശുദ്ധജല ലഭ്യത അത് പലയിടങ്ങളിലും വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പ്രതീക്ഷിക്കുന്നുവെന്നാണ് വിഷ്ണു ജി എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നത്. പിന്നെ മാർക്കറ്റ് വ്യൂ നന്നായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്ന പ്രേക്ഷകരുണ്ട്. കർഷക സമരവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ എവിടെ എന്ന് ചോദിക്കുന്ന പ്രേക്ഷകരുണ്ട്. കർഷക സമരവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ് അടുത്തതായി നമ്മൾ കടക്കുന്നത്. കർഷകർ മുന്നോട്ട്.
പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സമരത്തിനിടെ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. BJP നേതാക്കളുടെ വസതികളിലേക്ക് സംയുക്ത കിസാൻ മോർച്ച ട്രാക്ടർ മാർച്ച് പ്രഖ്യാപിച്ചു. കർഷകർ റോഡ് തടഞ്ഞ് പ്രതിഷേധിക്കും. കേന്ദ്ര സർക്കാരുമായി തൽക്കാലം ചർച്ച വേണ്ട എന്നാണ് കർഷക സംഘടനകളുടെ നിലപാട്. ശംഭു ഖനൌരി അതിർത്തികളിലെ സമരത്തിനിടെയുണ്ടായ പോലീസ് നടപടിയിൽ കർഷക സംഘടനകളുടെ പ്രതിഷേധം കനക്കുകയാണ്. കർഷകൻ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ 2 ദിവസത്തേക്ക് ഡൽഹിയിലേക്ക് നീങ്ങേണ്ടതില്ലെന്ന് പ്രഖ്യാപിച്ച കർഷക സംഘടനകൾ അതിർത്തികളിൽ പ്രതിഷേധം തുടരും. കൂടുതൽ കർഷക സംഘടനകൾ പ്രതിഷേധത്തിന്റെ ഭാഗമാകുകയാണ്. BJP നേതാക്കളുടെ വസതികളിലേക്ക് സംയുക്ത കിസാൻ മോർച്ച ട്രാക്ടർ മാർച്ചും ഭാരത് കിസാൻ മോർച്ച റോഡ് തടയലും പ്രഖ്യാപിച്ചു. ഖനൌരിക്ക് സമാനമായി ശംഭുവിലും കഴിഞ്ഞ ദിവസം കർഷകർക്ക് നേരെ പോലീസ് റബ്ബർ ബുള്ളറ്റിൻ പ്രയോഗിച്ചു. ये कल यहाँ पर चलाए रबड़ बुलेटिन उन्होंने अथरू गैस के गोले चलाए, तब एक लग गया रबड़ बुलेटिन यहाँ पर हमारे गैस भी हो गई। कैसे हो गया? कल यहाँ पंजाब के इलाके में खड़ा था मैं, तो उधर तो गया ही नहीं, उधर से वो छोड़े रबड़ बुलेटिन तो वो लग गया हमारे. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിച്ചെങ്കിലും പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സഹകരിക്കേണ്ടതില്ല എന്നാണ് സംഘടനകളുടെ നിലപാട്. ശംഭു അതിർത്തിയിൽ ചേരുന്ന യോഗത്തിൽ കർഷക സംഘടനകൾ ഭാവി തീരുമാനം പ്രഖ്യാപിക്കും. നിലവിൽ ശംഭുവിലും ഖനൌരിയിലും സ്ഥിതിഗതികൾ സമാധാനപരമാണ്. 24 ഡൽഹി. റഷ്യയിൽ ജോലി തട്ടിപ്പിനിരയായ നിരവധി ഇന്ത്യക്കാർ യുദ്ധമേഖലയിൽ കുടുങ്ങി. സെക്യൂരിറ്റി ജോലിക്കായി കൊണ്ടുപോയ യുവാക്കളെ യുക്രൈൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അയച്ചുവെന്നാണ് ആരോപണം. സഹായം ആവശ്യപ്പെട്ടുള്ള യുവാക്കളുടെ വീഡിയോ സന്ദേശം പുറത്തുവന്നു. വിദേശകാര്യ മന്ത്രാലയം ഇടപെടണമെന്നാവശ്യപ്പെട്ട് കുടുംബാംഗങ്ങൾ രംഗത്തെത്തി. റഷ്യയിൽ സെക്യൂരിറ്റി ജോലി എന്ന വ്യാജ വാഗ്ദാനം ചെയ്ത് ഇന്ത്യക്കാരെ കൂലിപ്പട്ടാളത്തിൽ ചേർത്തെന്നാണ് പരാതി. സെക്യൂരിറ്റി ഹെൽപ്പർ എന്ന തസ്തികയിൽ ജോലിയും 2 ലക്ഷത്തോളം രൂപ മാസശമ്പളവും വാഗ്ദാനം ചെയ്ത യുവാക്കളെ മതിയായ പരിശീലനം പോലും നൽകാതെ യുക്രൈൻ യുദ്ധമുഖത്തേക്ക് അയച്ചു എന്നാണ് പരാതി. തങ്ങളെ രക്ഷിച്ച് നാട്ടിൽ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ടുള്ള യുവാക്കളുടെ വീഡിയോ സന്ദേശം പുറത്തു വന്നു. इसके अलावा अभी तो रशिया में आर्मी के अंदर जो काम चल रहा है उसके अंदर 7 लोग के अल्हम्दुलिल्लाह रशिया के भी हो गए. तो ये सारी काम की अपडेट थी जो भी अपने पास चल रहे थे चली थी. കർക്കീവ് അടക്കമുള്ള സംഘർഷ മേഖലകളിൽ 18ഓളം യുവാക്കൾ കുടുങ്ങിയതായാണ് വീഡിയോ സന്ദേശം. മഹാരാഷ്ട്രയിലെ ഫൈസൽ ഖാൻ എന്ന ബ്ലോഗറുടെ വീഡിയോ കണ്ട് ജോലിക്ക് അപേക്ഷിച്ചവരാണ് കുടുങ്ങിയത്. തെലങ്കാന, കശ്മീർ, കർണാടക, ഗുജറാത്ത്, UP എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് റഷ്യയിൽ കുടുങ്ങിയത്. 100ഓളം യുവാക്കൾ ഇത്തരത്തിൽ ജോലിക്കെത്തിയതായി വിവരമുണ്ട്. യുവാക്കളെ തിരികെ എത്തിക്കാൻ നടപടിയെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് കുടുംബാംഗങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിച്ചു. 24 ഡൽഹി. ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്ന് വന്ദനയുടെ പിതാവ് KG മോഹൻദാസ്. ദുരൂഹതകൾ നീക്കാൻ CBI അന്വേഷണം ആവശ്യമാണ്. അതിനെ സർക്കാർ എന്തിനാണ് എതിർക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നും KG മോഹൻദാസ് പറഞ്ഞു. ഫ്ലവേഴ്സ് ഉരുകൂടിയിലാണ് പ്രതികരണം. അവൾ കൊട്ടാരക്കര താലൂക്ക് ജോലി ചെയ്യുന്നുണ്ട്, അവൾ ഉടനെ വരും എന്നൊക്കെയാണ് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. പല പ്രാവശ്യം പല ഇൻസിഡന്റുകളും പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒന്നും ഈ പ്രസ്താവനകളും ഒന്നും ഉണ്ടായിട്ടില്ല സാറേ. അതിവൈകാരിക രംഗങ്ങൾക്കാണ് മണിയിലുള്ള ഫ്ലവേഴ്സ് ഒരു കോടി സ്റ്റുഡിയോ വേദിയായത്. ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ ഒരു പിതാവ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായിരുന്ന മകൾ ഡോക്ടർ വന്ദനാദാസ് കുത്തേറ്റ് മരിച്ചതിനെക്കുറിച്ച് മോഹൻദാസിന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഡോക്ടർ വന്ദനയ്ക്ക് കുത്തുകെട്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഗിംസ് കൊണ്ടേ മരിച്ചുപോയി. അതല്ല, ഇത്ര ഡിലേ ഉണ്ടായെന്നും ഇത്ര വീഴ്ച ഉണ്ടായെന്നും ഇത്ര ചികിത്സ കിട്ടാതെ വരുന്നു ഇതൊന്നും പബ്ലിക്കിന് അറിയത്തില്ല സാറേ. ആശുപത്രി ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന നിയമം യാഥാർത്ഥ്യമാകാൻ തന്റെ മകൾക്ക് ബലിയാടാകേണ്ടി വന്നുവെന്ന് KG മോഹൻദാസ്. വന്ദനയ്ക്ക് മരണാനന്തര ബഹുമതിയായി ആരോഗ്യ സർവകലാശാല നൽകിയ മെഡിക്കൽ ബിരുദം വിങ്ങലോടെയാണ് മാതാപിതാക്കൾ ഏറ്റുവാങ്ങിയത്. പക്ഷെ നമുക്കതൊന്നും എന്നെ സഹിക്കാൻ പറ്റുന്നില്ല സാറേ. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും നിന്നുള്ള പ്രതികരിച്ചുള്ള ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് വാങ്ങിച്ച കുട്ടികളുടെ ഒക്കെ പ്രസൻസി വെച്ചാണ് ഞങ്ങളിതുപോലെ തന്നെ യാത്ര ചെയ്യാൻ ഒട്ടും വയ്യാല കാലത്തൊന്നും പോയത്. ഗവർണർ നേരിട്ട് തന്ന് എല്ലാവരുടെയും നേരിട്ട് വന്നു. കൊച്ചിൻ്റെ മോടെ ജനങ്ങൾ അംഗീകരിച്ചായിട്ടല്ല സാറേ അത് ഞങ്ങൾ ആദരപൂർവ്വം വാങ്ങിച്ചു. ഞങ്ങൾക്ക് ഫ്രെയിം ചെയ്ത് തന്നിട്ടുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. വൈദ്യപരിശോധനയ്ക്കായി പോലീസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച സന്ദീപിന്റെ കുത്തേറ്റ് ഹൗസ് സർജൻ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ മെയ് 10. സന്ദീപിനോട് മോഹൻദാസിന് പറയാനുള്ളത് ഇത്രമാത്രം. ഒരു പാവം പെൺകുട്ടിയെ 21ഓളം കുത്തുകൾ കൊടുത്ത്
4 മണിക്കൂറിലധികം ലോകത്തെ എല്ലാ വേദനകളും ഒന്നിച്ച് അനുഭവിക്കേണ്ടി വന്ന എൻ്റെ പൊന്നുമോളുടെ ആത്മാവ് ഒരിക്കലും ലോകത്തിലാരും ഉൾക്കൊള്ളുകയില്ല, ക്ഷമിക്കുകയില്ല. ദൈവം പോലും അത് ക്ഷമിക്കുകയില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സംഭവത്തിലെ ദുരൂഹതകൾ മാറിയാൽ ഈ നെഞ്ചിലെ നീറ്റൽ അല്പമെങ്കിലും അടങ്ങുമെന്ന് കരുതാം. ഫ്ലവേഴ്സ് 1 കോടിയിൽ ലഭിക്കുന്ന തുക 2 MBBS വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പായി നൽകാനാണ് KG മോഹൻദാസിന്റെ തീരുമാനം. അട്ടപ്പാടി പോലെയുള്ള പിന്നോക്ക പ്രദേശങ്ങളിലെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഇവിടെ കിട്ടുന്ന പൈസ അവർക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞു. മെയിൽ ഫീമെയിൽ ഇവർ 2 പേർക്ക് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ നിൽക്കുന്ന പ്രദേശം 2 കുട്ടികൾക്ക്, ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും കൊടുക്കണമെന്നുള്ളതാണ്. കാണാം ഫ്ലവേഴ്സ് 1 കോടി ഇന്ന് രാത്രി 9 മണിക്ക്. ന്യൂസ് ഡെസ്ക് 24. KG മോഹൻദാസ് പങ്കെടുക്കുന്ന ഫ്ലവേഴ്സ് 1 കോടി പ്രേക്ഷകർക്ക് ഇന്ന് രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ കാണാം. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് പ്രേക്ഷകർ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. ഏകമകൾ നഷ്ടപ്പെട്ട അച്ഛൻ്റെ ദുഃഖം വാക്കുകൾക്ക് അതീതമാണ് എന്ന് പറയുന്നു ലില്ലി ചോലയിൽ എന്ന് പറയുന്ന പ്രേക്ഷക. അത് കണ്ട് നൊമ്പരപ്പെടാൻ മാത്രമേ നമുക്ക് കഴിയൂ എന്നാണ് അവർ അഭിപ്രായമായി രേഖപ്പെടുത്തുന്നത്. ആശാ വി എന്ന് പറയുന്നൊരു പ്രേക്ഷക അച്ഛൻ്റെയും അമ്മയുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. വന്ദനയ്ക്ക് പ്രണാമം എന്ന കമൻറ്റ് കുറിക്കുന്നു. രാജേന്ദ്രൻ വയല എന്ന് പറയുന്ന പ്രേക്ഷകൻ ഇന്നത്തെ 1 കോടി പരിപാടി കാണാൻ കാത്തിരിക്കുകയാണ്. വന്ദനദാസിന് പ്രണാമം എന്ന കമൻറ്റ് ബോക്സിൽ കുറിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ എന്ന പരിപാടിയിലേക്ക് വീണ്ടും ലിജിൻ കുമാർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ, നേരത്തെ നമ്മൾ വന്ദനയുടെ പിതാവിൻ്റെ അഭിമുഖവുമായി ബന്ധപ്പെട്ട ഫ്ലവേഴ്സ് 1 കോടിയിലെ പ്രതികരണവുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് ലിജിൻ കുമാർ എന്ന് പറയുന്ന പ്രേക്ഷകൻ കുറിക്കുന്നത് മാറ്റടോ കണ്ണീര് വിറ്റ് കാശാക്കാതെ എന്നാണ് ലിജിൻ കുമാർ എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നത്. അതൊരു വളരെ മോശം കമൻറ്റാണ്, മോശം പ്രതികരണമാണ്. ആദ്യം അത് വായിക്കേണ്ട എന്ന് കരുതി, പക്ഷേ അത്തരത്തിലുള്ള കമൻറ്റുകൾ വായിക്കാം എന്ന് തോന്നുന്നു. കാരണം അതിലുള്ള മറ്റൊരു അഭിപ്രായം വലിയ വേദനയോടുകൂടി, വലിയ നടുക്കത്തോടുകൂടി, വലിയ സങ്കടത്തോടുകൂടി നമ്മൾ കേട്ടതാണ് വന്ദനയുടെ വാർത്ത. അതിൽ വന്ദനയുടെ പിതാവിന് എന്താണ് പൊതുസമൂഹത്തോട് പറയാനുള്ളത് എന്നുള്ളത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനെ ആ തരത്തിലാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ കണ്ണീര് വിറ്റ് കാശാക്കുക എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ അറിയിക്കുന്നത് വളരെ മോശമാണ് എന്നുകൂടി പറയട്ടെ. അടുത്ത റിപ്പോർട്ടിലേക്ക്. തൃശ്ശൂർ പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി. എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപം തോട്ടത്തിൽ കെട്ടിയിരുന്ന പശുക്കിടാവിനെ കൊന്നു. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, എന്താണ് വിവരങ്ങൾ? ടിക്ക് ഈ പ്രദേശവാസികളെ ആകെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് തുടർച്ചയായി ഈ പാലപ്പള്ളിയിൽ പുലി ഇറങ്ങുകയാണ്. ഇന്ന് എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപമാണ് ഇത്തരത്തിൽ പുലി എത്തിയത്. വീടിന് പുറകിൽ തോട്ടത്തിലായി കെട്ടിയിരുന്ന പശുക്കിടാവിനെ പകുതിയോളം ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പുലി എത്തി ഈ പശുക്കിടാവിനെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസവും, അതായത് കഴിഞ്ഞ ആഴ്ചകൾ എച്ചിപ്പാറ, അതുപോലെ തന്നെ കുണ്ടായി, വലിയകുളം തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ പുലി പ്രദേശങ്ങളിൽ എത്തുകയും അവിടെ ഉണ്ടായിരുന്ന പശുക്കിടാക്കളെ അടക്കം ഈ ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ എലിക്കോട് ആദിവാസി കോളനിയിലും സമാനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ കാട്ടാനശല്യത്താൽ തന്നെ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു മേഖലയാണ് ഈ പാലപ്പള്ളി. പലപ്പോഴും ഈ കാട്ടാനയുടെ ആക്രമണം തുടർക്കഥയാകുന്നു. വീടുകൾ ഉൾപ്പെടെ ഈ കാട്ടാന ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പുലിയുടെ ആക്രമണവും പതിവായിരിക്കുന്നത്. ഇതോടുകൂടി വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് പ്രദേശത്തുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂട് സ്ഥാപിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പ്രദേശത്തിറങ്ങി ഈ വളർത്തുമൃഗങ്ങളെ അടക്കം ആക്രമിക്കുന്ന പുലിയെ പിടികൂടാനുള്ള ഒരു നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കണം എന്നൊരു ആവശ്യമാണ് പ്രദേശവാസികൾ ശക്തമായി ഉന്നയിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനംവകുപ്പ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. പരിശോധനകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടി കെ. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തൃശ്ശൂർ പാലിപ്പിള്ളിയിലാണ് വീണ്ടും പുലിയിറങ്ങിയത്. എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപത്താണ്. തോട്ടത്തിൽ കെട്ടിയിരുന്ന പശുക്കിടാവിനെ കൊന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. പത്തനംതിട്ട ഏഴംകുളം ക്ഷേത്രത്തിൽ തൂക്കത്തിനിടെ കുട്ടി താഴെ വീണ സംഭവത്തിൽ കുഞ്ഞിൻ്റെ മാതാവിനെയും ഉത്സവ കമ്മിറ്റി സെക്രട്ടറി സുധാകരൻ നായർ, പ്രസിഡന്റ് പത്മകുമാർ നായർ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശ്രീകുമാരൻ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വിവരങ്ങൾ എന്താണ് ശ്രീജിത്ത്?
കഴിഞ്ഞ ആഴ്ചയാണ് സമാനമായ രീതിയിൽ കുംഭഭരണി ഉത്സവത്തിനിടെ തൂക്ക വഴിപാട് നടന്നത്. അതിൽ 164ഓളം കുട്ടികളെയാണ് ഇത്തരത്തിൽ തൂക്ക വഴിപാടിന്റെ ഭാഗമായി കാര്യസിദ്ധിക്കൊക്കെയാണ് അത്തരത്തിലുള്ള തൂക്ക വഴിപാട് നടത്തുന്നത് തൂക്കിയിരുന്നത്. എന്തായാലും ഈ തൂക്കം നടത്തിയിരുന്ന വഴിപാടുകാരന്റെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞ് താഴെ പോകുന്ന ദൃശ്യങ്ങൾ 24 ആണ് ആദ്യം പുറത്തുവിട്ടത്. അതിനുശേഷം ഈ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടു. ഈ തൂക്കക്കാരനായ സിനു എന്ന ആൾക്കെതിരെ പോലീസ് ആ ഘട്ടത്തിൽ തന്നെ കേസെടുത്തു. പത്തനാപുരം സ്വദേശികളുടെ കുഞ്ഞാണ്. ഈ കുഞ്ഞിന് കൈക്ക് കാര്യമായ രീതിയിൽ പൊട്ടലേറ്റിട്ടുണ്ടായിരുന്നു. മുഖത്ത് ചെറിയ തോതിൽ പരിക്ക് ഉണ്ടായിരുന്നു. എന്തായാലും കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ ഒന്നുമില്ല. എന്തായാലും ബാലാവകാശ കമ്മീഷൻ വീണ്ടും കൃത്യമായി ഇടപെട്ടതോടുകൂടിയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഉത്സവ കമ്മിറ്റി സെക്രട്ടറി സുധാകരൻ നായർ, പ്രസിഡന്റ് ഏഴംകുളം ഈ തൂക്ക ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പത്മകുമാർ നായർ എന്നിവർക്കെതിരെ കൂടി കേസെടുത്തിരിക്കുന്നത്. കൂടാതെ കുഞ്ഞിനെ കൃത്യമായ രീതിയിൽ സംരക്ഷിച്ചില്ല എന്ന കുറ്റം ചുമത്തി മാതാവിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. പത്തനാപുരം സ്വദേശിയായ യുവതിക്കെതിരെയാണ് സമാനമായ രീതിയിൽ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് കൂടി ഈ മൂവർക്കുമെതിരെയും ചുമത്തിയിട്ടുണ്ട്. ഈ സിനുവിനെതിരെയും സമാനമായ ആക്ട് ചുമത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് അടൂർ പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കുഞ്ഞിന്റെ ആരോഗ്യനില കാര്യമായ കുഴപ്പമില്ല. എന്തായാലും വലിയ പ്രതിഷേധം ഇത്തരത്തിൽ സുരക്ഷയൊന്നും തന്നെ ഒരുക്കാതെ ക്ഷേത്രത്തിൽ ഈ തൂക്കം ഉത്സവം നടത്തുന്നതിനെതിരെ അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ ഇങ്ങനെ തൂക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം പല കോണുകളിൽ നിന്നും ഇതിനകം തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും കേസെടുത്തിട്ടുണ്ട്. അറസ്റ്റ് അടക്കമുള്ള മറ്റു നടപടികളിലേക്ക് ഉടൻ കടക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ശരി, ശ്രീകുമാരൻ വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു ആ വാർത്തയുമായി ബന്ധപ്പെട്ട്. നേരത്തെ കമന്റ് ബോക്സിൽ സംസ്ഥാനത്ത് ചൂട് കൂടി വരുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എവിടെ എന്ന് ചോദിക്കുന്ന പ്രേക്ഷകരുണ്ടായിരുന്നു. ചില ആളുകൾ ധാരാളം നമ്മൾ വെള്ളം കുടിക്കണം, വെയിലത്ത് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, വെയിലത്ത് ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കണം എന്നുള്ള മുന്നറിയിപ്പൊക്കെ നൽകുന്നത് കണ്ടിരുന്നു. അത് പ്രേക്ഷകരുടെ ശ്രദ്ധയിലും ഞാൻ നേരത്തെ പെടുത്തിയിരുന്നു. എന്താണ് ചൂടിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നതെന്നുള്ള വിശദമായ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സംസ്ഥാനത്ത് ചൂട് കടുക്കുകയാണ്. ഇന്നും നാളെയും കൊല്ലം ജില്ലയിൽ ഏറ്റവും ഉയർന്ന താപനിലയായ 37 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തും. ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉണ്ടാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ചൂടിൻ്റെ കാര്യത്തിൽ ജില്ലകൾക്കുള്ള മുന്നറിയിപ്പ് എങ്ങനെയാണ്? എന്തൊക്കെ ജാഗ്രതയാണ് നമ്മൾ പുലർത്തേണ്ടത്? അലക്സ്. ശ്രീജിത്ത്, സംസ്ഥാനത്ത് ചൂട് കൂടി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. പല ജില്ലകളിലും ചുട്ടു പൊള്ളുകയാണ്. പല ജില്ലകളും, പ്രത്യേകിച്ച് കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഇന്നും നാളെയും താപനില ഉയരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ജില്ലകളിൽ ചൂട് കൂടാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. കർശനമായ ജാഗ്രത പൊതുജനങ്ങൾ പുലർത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉയർന്ന ചൂട്, ഒപ്പം ഈ സൂര്യാഘാതത്തിനും സൂര്യതപത്തിനും നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നുണ്ട്. അതിനാൽ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. പകൽ 11 മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. നിർജ്ജലീകരണം തടയുന്നതിന് വേണ്ടി പരമാവധി വെള്ളം കുടിക്കണം എന്ന് പറയുന്നുണ്ട്. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കണം. മാത്രമല്ല, ഈ തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യത പലയിടങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ച് മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ, നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തീപിടുത്തം വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യതയുണ്ട്. ഫയർ ഓഡിറ്റ് നടത്തി ആ മേഖലയിലെ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന്. മറ്റൊന്ന്, ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നുണ്ട്. അറിയിച്ചിട്ട് ശരി, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഏതൊക്കെ ജില്ലകൾക്കാണ് മുന്നറിയിപ്പുള്ളത്, ചൂട് കൂടുന്ന പശ്ചാത്തലത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുകയായിരുന്നു അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന്. ഇന്ത്യൻ താരം ശ്രേയസ് അയ്യർ കുരുക്കിൽ. പുറംവേദനയെന്ന് കാണിച്ച് രഞ്ജി ട്രോഫിയിൽ നിന്ന് പിന്മാറിയ ശ്രേയസിന് പരിക്കില്ല എന്ന് ദേശീയ ക്രിക്കറ്റ് അക്കാദമി BCCIക്ക് റിപ്പോർട്ട് നൽകി. ദേശീയ ടീമിന്റെ ഭാഗമല്ലെങ്കിൽ സെൻട്രൽ കോൺട്രാക്ട് ഉള്ള താരങ്ങൾ നിർബന്ധമായും രഞ്ജി ട്രോഫി കളിക്കണമെന്നായിരുന്നു BCCIയുടെ കർശന നിർദ്ദേശം. യുവതാരങ്ങളിൽ പലരും രഞ്ജി കളിക്കാതെ IPLനായി സ്വന്തം നിലയിൽ തയ്യാറെടുപ്പ് തുടങ്ങിയതായിരുന്നു തീരുമാനത്തിന് പിന്നിൽ. ഈ നിർദ്ദേശം മറികടക്കാൻ ശ്രേയസ് അയ്യർ വളഞ്ഞ വഴി പ്രയോഗിച്ചെന്ന സംശയമാണ് പുറത്തുവരുന്നത്. പുറംവേദനയാണെന്ന് കാണിച്ച മുംബൈ താരമായ ശ്രേയസ് അയ്യർ നാളെ തുടങ്ങാനിരിക്കുന്ന രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. എന്നാൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ നടത്തിയ പരിശോധനയിൽ താരത്തിന് പരിക്കില്ലെന്നാണ് കണ്ടെത്തൽ.
റിപ്പോർട്ട് NCA BCCIക്ക് കൈമാറി. മോശം ഫോമിനെ തുടർന്ന് ഇംഗ്ലണ്ടിനെതിരായ 2ാം ടെസ്റ്റിന് ശേഷം ശ്രേയസിനെ ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഫോം വീണ്ടെടുക്കാൻ കൂടിയാണ് താരത്തോട് രഞ്ജിയിൽ കളിക്കാൻ BCCI ആവശ്യപ്പെട്ടത്. ശ്രേയസ് പരിക്ക് അഭിനയിച്ചതാണെങ്കിൽ കടുത്ത നടപടിയാണ് താരത്തെ കാത്തിരിക്കുന്നത്. മാനസിക സമ്മർദ്ദം ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ടീമിൽ നിന്ന് ഇടവേളയെടുത്ത ഇഷാൻ കിഷനോടും രഞ്ജി കളിക്കാൻ BCCI നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതവഗണിച്ച ഇഷാനും കുരുക്കിലായിരിക്കുകയാണ്. സ്പോർട്സ് ഡെസ്ക് 24. IPL 17ാം സീസണിന്റെ മത്സരക്രമം ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നു. വൈകിട്ട് 5 മണിക്കായിരിക്കും പ്രഖ്യാപനം. ചെന്നൈയിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും എന്നാണ് റിപ്പോർട്ട്. പൊതുതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ ആദ്യ 15 ദിവസത്തേക്കുള്ള ഷെഡ്യൂൾ മാത്രമായിരിക്കും പ്രഖ്യാപിക്കുക എന്ന റിപ്പോർട്ടുകളും ഉണ്ട്. തിരുവനന്തപുരം പേട്ടയിൽ കാണാതായി മണിക്കൂറുകൾക്ക് ശേഷം കണ്ടെത്തിയ 2 വയസ്സുകാരി മേരിയുടെ DNA പരിശോധന നടത്തും. സാമ്പിളുകൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. കുട്ടിയുടെ ഒപ്പമുള്ളത് യഥാർത്ഥ മാതാപിതാക്കളാണോ എന്നുറപ്പിക്കുകയാണ് ലക്ഷ്യം. ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന കുട്ടിയിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കും. ശിശുക്ഷേമ സമിതിക്ക് കൈമാറുന്നതിന് മുമ്പ് 2 വയസ്സുകാരിയിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ചിരുന്നു. ഫോറൻസിക് ലാബിലേക്ക് അയച്ച DNA ഫലം ലഭിക്കാൻ ഒരാഴ്ചയെടുക്കും. കുട്ടിയുടെ ഒപ്പമുള്ളത് യഥാർത്ഥ മാതാപിതാക്കളാണോ എന്ന് ഉറപ്പിക്കാനാണ് പരിശോധന. മാതാപിതാക്കളുടെ പക്കൽ തിരിച്ചറിയൽ രേഖയില്ലാത്തതാണ് സംശയം ബലപ്പെടുത്തുന്നത്. ഇന്നലെ 2 വയസ്സുകാരിയിൽ നിന്ന് വിവരങ്ങൾ തേടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. മൊഴിയെടുക്കാനുള്ള ശ്രമം ഇന്നും തുടരും. സംശയമുള്ളവരുടെ ഫോട്ടോ കാണിച്ചാകും മൊഴി രേഖപ്പെടുത്തുക. അന്വേഷണം കഴിയും വരെ നഗരം വിട്ടുപോകരുതെന്ന് കുട്ടിയുടെ കുടുംബത്തിന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം നേമത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മാതാവും കുട്ടിയും മരിച്ച സംഭവത്തിൽ അക്യുപങ്ക്ചർ ചികിത്സ നൽകിയ ഷിഹാബിനായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർത്തേക്കും. ഷമീറയുടെ ഭർത്താവ് നയാസിനെ ഇന്നലെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ആശുപത്രിയിലെത്തിക്കാതെ ഷമീറയ്ക്ക് അക്യുപങ്ക്ചർ ചികിത്സ നൽകിയ ഷിഹാബിന്റെ വെഞ്ഞാറമൂടുള്ള വീട്ടിൽ ഇന്നലെ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഒളിവിൽ പോയ ഷിഹാബിനായുള്ള അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട്. ചികിത്സ നിഷേധിച്ചതിനെ തുടർന്നാണ് മാതാവും കുട്ടിയും മരിച്ചതെന്ന് വ്യക്തമായതിന് പിന്നാലെ ഷമീറയുടെ ഭർത്താവ് നയാസിനെ ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, നവജാത ശിശുവിന്റെ മരണം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയ നയാസിനെ കോടതി റിമാൻഡ് ചെയ്തു. പ്രസവ സമയത്ത് ഷമീറയ്ക്കൊപ്പമുണ്ടായിരുന്ന നയാസിന്റെ ആദ്യ ഭാര്യയെയും അക്യുപഞ്ചർ വിദ്യാർത്ഥിയായ മകളെയും കേസിൽ പ്രതി ചേർക്കാനാണ് പോലീസ് നീക്കം. അതേസമയം വീട്ടിൽ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന വ്യാജ ചികിത്സാ സംഘങ്ങൾക്കെതിരെയും അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. 24 തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ വീണ്ടും കാട്ടാന ആക്രമണമുണ്ടായി എന്ന വിവരം ഇപ്പോൾ പുറത്തുവരികയാണ്. തേക്കത്തോട് സ്വദേശി അജിയുടെ വീടാണ് കാട്ടാന തകർത്തത്. ഇന്ന് പുലർച്ചെയാണ് സംഭവമുണ്ടായത്. ശ്രീകുമാരൻ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീത്ത്, എന്താണ് സംഭവിച്ചത്? ശ്രീത്ത്, ഈ അജി മേഖലയിൽ സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു പ്രദേശമല്ല ഈ മേഖല. തണ്ണിത്തോട് വനാതിർത്തിയോട് ചേർന്ന മേഖലയാണെങ്കിലും കാര്യമായ രീതിയിലുള്ള കാട്ടാന ആക്രമണമൊന്നും ഈ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാറില്ല. എന്തായാലും ഇന്ന് പുലർച്ചയോടുകൂടി കാട്ടാന വരികയായിരുന്നു. ഒരു കാട്ടാനയായിരുന്നു ഉണ്ടായിരുന്ന, ഒറ്റക്കൊമ്പനായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. വീടിന് സമീപത്തെ തൊഴുത്തും അതുപോലെ തന്നെ ഈ പറയുന്ന വീടിന്റെ ഒരു ഭാഗവും പൂർണ്ണമായി തന്നെ തകർക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഈ സമയത്ത് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു. അവർ ഉടൻ തന്നെ അവിടെ നിന്ന് മാറുകയായിരുന്നു. അതുകൊണ്ട് അവർക്ക് കാര്യമായ രീതിയിൽ ശബ്ദം കേട്ട് മാറിയതോടെ അവർക്ക് കാര്യമായ രീതിയിൽ പരിക്കൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും കാട്ടാന ഏതാണ്ട് 1 മണിക്കൂർ നേരം ആ മേഖലയിൽ തുടർന്നതിന് ശേഷം തന്നെയാണ് വീണ്ടും വനത്തിനകത്തേക്ക് മറ്റൊരു മേഖലയിലേക്ക് പോയിട്ടുള്ളത്. സമാനമായ രീതിയിൽ നഷ്ടപരിഹാരം അടക്കം ആവശ്യമുണ്ട്. ഈ കാട്ടാനയെ ഉടൻ തന്നെ ആ പ്രദേശത്ത് നിന്ന് തുരത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും വനം വകുപ്പ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. കാട്ടാനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് വനം വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കോട്ടയത്തേക്ക് പോയാൽ കോട്ടയത്ത് ഉഴവൂരിൽ വിദ്യാർത്ഥി സംഘർഷത്തിനിടെ SIയെ മർദ്ദിച്ച കേസിൽ 3 SFI DYFI പ്രവർത്തകർ അറസ്റ്റിൽ. കുറവിലങ്ങാട് SI സന്തോഷിനാണ് സംഘർഷം നിയന്ത്രിക്കുന്നതിനിടെ ചൊവ്വാഴ്ച മർദ്ദനമേറ്റത്. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായി. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഉഴവൂർ ടൗണിൽ വെച്ചാണ് കുറവിലങ്ങാട് SI സന്തോഷ് കുമാറിന് മർദ്ദനമേറ്റത്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം പതിവായതിനെ തുടർന്ന് നാട്ടുകാരും പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാരും ഇത് ചോദ്യം ചെയ്തു. പിന്നാലെ വലിയ തർക്കത്തിനും ഇത് കാരണമായി. പ്രശ്നം പരിഹരിക്കാൻ കുറവിലങ്ങാട് സ്റ്റേഷനിലെ സന്തോഷ് അടക്കമുള്ള പോലീസുമെത്തി. എന്നാൽ സംഘർഷം നിയന്ത്രിക്കാനുള്ള ശ്രമത്തിനിടെ SI സന്തോഷിന് മർദ്ദനമേൽക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായി. SIക്ക് തലയ്ക്കടക്കം മർദ്ദനമേറ്റു.
നിന്നെയൊക്കെ തല്ലിയിട്ടേ പോകുള്ളട, പോലീസിനുൾപ്പെടെ എല്ലാവരും തല്ലുമെന്ന് പറഞ്ഞ് അങ്ങനെ കലുഷിതമായ അന്തരീക്ഷത്തിൽ ഞാൻ മിഡിൽ നടുൽ ഭാഗത്തേക്ക് കയറി ചെല്ലുന്ന സമയമാണ് ഈ പുറത്തുനിന്ന് കുട്ടി വിളിച്ചു വരുത്തിയതിൽ 2 പേര് എന്നെ തലയ്ക്കിട്ടും ഒരാൾ കുറ്റിക്കിട്ടും അടിച്ചത്. നമ്മളവിടെ വീണ് പോയിട്ടുള്ളതും എന്നെ സഹപ്രവർത്തകർ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുള്ളതും. മർദ്ദനത്തിന് നേതൃത്വം നൽകിയവർ വിദ്യാർത്ഥികൾ വിളിച്ചിട്ട് വന്നതാണെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അനന്തു തങ്കച്ചൻ, ആദർശ്, അനന്തു എന്നിവരെ കുറവിലങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ SFI DYFI പ്രവർത്തകരാണെന്നാണ് വിവരം. വൈക്കം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ പേർക്കെതിരെ നടപടിയുണ്ടാകും. 24 കോട്ടയം. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി 3 നാൾ മാത്രമാണ്. പൊങ്കാലയ്ക്കായി തലസ്ഥാന നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. വിപുലമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത്. റിപ്പോർട്ട് കാണാം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വനിതാ സംഗമമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തലസ്ഥാന നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. ഞായറാഴ്ചയാണ് ആറ്റുകാൽ പൊങ്കാല. വിപുലമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷാ ചുമതലയ്ക്കായി 2 ബാച്ചുകളിലായി 1000-ലധികം പോലീസുകാരെ നിയോഗിച്ചു. ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപം പോലീസ് പ്രത്യേക കൺട്രോൾ റൂം ആരംഭിച്ചു. ക്ഷേത്ര പരിസരത്ത് ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് പോലീസ് പരിശോധന നടത്തും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നെത്തുന്ന ഭക്തർക്കായി റെയിൽവേയും KSRTCയും പ്രത്യേക സർവീസുകൾ നടത്തും. പൊങ്കാല ദിനമായ ഞായറാഴ്ച രാവിലെ പാളയം പള്ളിയിലെ ആരാധനകൾ ഒഴിവാക്കി. പള്ളിക്ക് മുന്നിൽ പൊങ്കാലയിടുന്നവർക്ക് സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ മികച്ച 2ാമത്തെ പഞ്ചായത്തിനുള്ള സ്വരാജ് പുരസ്കാരം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാ പുരസ്കാരം എന്നിവയുടെ തിളക്കത്തിലാണ് മുട്ടാർ. 4,97 ലക്ഷം രൂപയുടെ വേറിട്ട പദ്ധതികളാണ് മുട്ടാർ പഞ്ചായത്തിനെ ഇരട്ട അംഗീകാരത്തിന് അർഹമാക്കിയത്. 13 വാർഡുകളിലായി 1137 പേർക്ക് 77,268 തൊഴിൽ ദിനങ്ങൾ നൽകി. മെറ്റീരിയൽ ഫണ്ട് പ്രയോജനപ്പെടുത്തി നിരവധി റോഡുകൾ നിർമ്മിച്ചു. എല്ലാ വാർഡുകളിലും മിനി MCF കമ്പോസ്റ്റ് പിറ്റ്, ആട്ടിൻകൂട്, കോഴിക്കൂട്, ഭൂവസ്ത്രം, പച്ചക്കറി കൃഷി തുടങ്ങിയ പദ്ധതികൾ പഞ്ചായത്തിനെ വേറിട്ടതാക്കി. തനത് ഫണ്ടിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിൽ നിന്ന പഞ്ചായത്തിൽ പരിമിതികളെ സാധ്യതകളാക്കി മാറ്റുന്നതിൽ വിജയിച്ചതാണ് വൻ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സഹായിച്ചതെന്ന് പ്രസിഡന്റ് K. സുരമ്യ. നമ്മുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ഭരണസമിതിയുടെയും അതുപോലെ തന്നെ ആദരണീയനായിട്ടുള്ള സെക്രട്ടറിയുടെ നേതൃത്വപാഠവും സാറിന്റെ പകരം വെക്കാനാവാത്ത കഠിനാധ്വാനവും ആത്മാർത്ഥതയും ഒക്കെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥരെ, ആശാവർക്കർമാരെ, ഹരിതകർമ്മ സേനാംഗങ്ങളെ, നിർവഹണ ഉദ്യോഗസ്ഥരെ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളെ, ഏറ്റവും നല്ലവരായ നാട്ടുകാരെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് നമുക്ക് ഈ ഒരു അവാർഡ് നേടാൻ സാധിച്ചത്. കഴിഞ്ഞ തവണ ആലപ്പുഴ ജില്ലയിൽ സ്വരാജ് ട്രോഫി 1ാം സ്ഥാന ജേതാവായിരുന്നു മുട്ടാർ പഞ്ചായത്ത്. പ്രധാനമായിട്ടും ഇവിടുത്തെ ഹരിതകർമ്മ സേനാ പ്രവർത്തനങ്ങൾ 100% യൂസ് സർവീസ് തുടർച്ചയായി പിരിച്ചെടുക്കുന്ന കേരളത്തിലെ ഏക പഞ്ചായത്താണ് മുട്ടാർ ഗ്രാമപഞ്ചായത്ത്. മാത്രമല്ല ഹരിതമിത്രം ആപ്പ് ഉപയോഗിച്ച് QR കോഡ് ഉപയോഗിച്ചാണ് ഞങ്ങൾ ഈ 100% പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. 24 ആലപ്പുഴ. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ നടപടി ശക്തമാക്കി കേന്ദ്ര ഏജൻസികൾ. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് EDയും BRS നേതാവ് K. കവിതയ്ക്ക് CBIയും സമൻസ് നൽകി. EDക്കെതിരെ മഹുവ മൊയ്ത്ര നൽകിയ കേസിൽ ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ വാദം പൂർത്തിയായി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് K. കവിതയ്ക്കെതിരായ നടപടികൾ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കേന്ദ്ര ഏജൻസികൾ ശക്തമാക്കി. ഫെബ്രുവരി 26-ന് ഹാജരാകാനാണ് CBI സമൻസ്. ഇടനിലക്കാരൻ വിജയ് നായരുമായി ബന്ധപ്പെടുന്ന വിവരങ്ങൾ ശേഖരിക്കാനാണ് CBIയുടെ നീക്കം. K. കവിതയ്ക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം സമാന്തരമായി തുടരുകയാണ്. ഇത് 7ാം തവണയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനുള്ള EDയുടെ സമൻസ്. ഫെബ്രുവരി 26-ന് ഹാജരാകാനാണ് നിർദ്ദേശം. ഇത് തുടർച്ചയായ 7ാമത്തെ തവണയാണ് അരവിന്ദ് കെജ്രിവാളിന് ED സമൻസ് നൽകുന്നത്. അന്വേഷണത്തോട് അരവിന്ദ് കെജ്രിവാൾ സഹകരിക്കുന്നില്ലെന്ന EDയുടെ ഹർജി ഇപ്പോൾ റോസ് അവന്യൂ കോടതിയുടെ പരിഗണനയിലാണ്. മാർച്ച് 16-ന് ഈ കേസിൽ അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ നേരിട്ട് ഹാജരാകും. മാധ്യമങ്ങളെ ഉപയോഗിച്ച് തന്നെ കേന്ദ്ര ഏജൻസികൾ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയുടെ ഹർജി വിധി പറയാൻ ഡൽഹി ഹൈക്കോടതി മാറ്റിവെച്ചു. അന്വേഷണത്തെയല്ല, വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത് തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കത്തെയാണ് ഹർജിയിലൂടെ ചോദ്യം ചെയ്യുന്നതെന്ന് മഹുവ മൊയ്ത്ര വ്യക്തമാക്കി. R. രാധാകൃഷ്ണൻ, 24 ഡൽഹി. വാർത്തകളിലേക്ക് വീണ്ടും. കരുവന്നൂരിൽ ചോദ്യങ്ങളുമായി ED. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPIM കൗൺസിലർമാരെ വീണ്ടും ചോദ്യം ചെയ്ത് ED. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർമാരായ അനൂപ് ഡേവിസ് കാട, മധു അമ്പലപുരം എന്നിവരെയാണ് ചോദ്യം ചെയ്തത്. ഇരുവർക്കും കേസിലെ പ്രതി സതീഷ് കുമാറുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നാണ് EDയുടെ കണ്ടെത്തൽ.
കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രണ്ടാം ഘട്ട അന്വേഷണം ആരംഭിച്ചു. CPIM കൗൺസിലർമാരായ അനൂപ് ഡേവിസ് കാടയോടും മധു അമ്പലപുരത്തോടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ED നിർദ്ദേശിച്ചിരുന്നു. രാവിലെ 10 മണിയോടെ ഇരുവരും കൊച്ചിയിലെ ED ഓഫീസിലെത്തി. കേസിലെ പ്രധാന പ്രതിയായ സതീഷ് കുമാറുമായി ഇവർക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായി EDക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രതിയായ PR അരവിന്ദാക്ഷനുമായി അനൂപ് ഡേവിസ് കാടയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും EDക്ക് മൊഴി ലഭിച്ചിരുന്നു. കേസിൽ ഇരുവരെയും ഇതിനു മുൻപും ചോദ്യം ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് ED രണ്ടാം ഘട്ട അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കേസിലെ കൂടുതൽ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് തുടരന്വേഷണം. AC മൊയ്തീൻ, MK കണ്ണൻ എന്നിവരെ വീണ്ടും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനാണ് ED നീക്കം. വിനീത VG, 24, കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിനായി ജില്ലാ കൗൺസിലുകൾ ചേരാൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിർദ്ദേശം. ഓരോ മണ്ഡലത്തിലും 3 പേരുടെ സാധ്യതാ പട്ടിക തയ്യാറാക്കി നൽകണം. ഈ മാസം 26 ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, പുതിയ വിവരങ്ങളുണ്ടോ ഷഫീദ്? ഇന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്നു. മാത്രമല്ല തെരഞ്ഞെടുപ്പ് പുരോഗതി അടക്കമുള്ള കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എങ്ങനെ കൊണ്ടുപോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തി. അതിനുശേഷമാണ് സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായത്. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ജില്ലാ നേതൃത്വങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ മൂന്ന് പേരുടെ സാധ്യതാ പട്ടിക അടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കി നൽകണം. നിലവിൽ ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് മുൻപിൽ ചില ആലോചനകളുണ്ട്. അതുകൂടാതെ ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ, അഭിപ്രായം അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുകയാണ് ലക്ഷ്യം. അതിൽ CPI മത്സരിക്കുന്ന 4 മണ്ഡലങ്ങൾ തിരുവനന്തപുരം, മാവേലിക്കര, വയനാട്, തൃശൂർ, ഈ 4 സ്ഥലങ്ങളിൽ 2 സ്ഥലങ്ങളിൽ ഏതാണ്ട് സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. അതിലൊന്ന് തൃശ്ശൂരിൽ VS സുനിൽകുമാർ ആയിരിക്കും സ്ഥാനാർത്ഥിയാവുക. അവിടെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലത്ത് ജനകീയനായ VS സുനിൽകുമാറിലൂടെ മണ്ഡലം VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള മണ്ഡലം കൂടുതൽ പോസിറ്റീവായി മാറും എന്നുള്ളതാണ് CPI വിലയിരുത്തുന്ന കാര്യം. മാവേലിക്കരയിൽ AIYF നേതാവ് അരുൺകുമാറിനെയാണ് നിലവിൽ ഇപ്പോൾ ആലോചിക്കുന്നത്. പക്ഷേ വയനാടും തിരുവനന്തപുരത്തും ഇപ്പോഴും ഒറ്റ പേരിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ വയനാട്ടിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരമായിരിക്കും. അവിടെ രാഹുൽ ഗാന്ധി എത്തുകയാണെങ്കിൽ ദേശീയ ശ്രദ്ധയുള്ള ആനി രാജയെ തന്നെ ഇറക്കാം എന്നുള്ളത് CPM നേതൃത്വം ആലോചിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്നു. അവിടെ പന്ന്യൻ രവീന്ദ്രന്റെ പേരാണ് ഉയർന്നു കേട്ടതെങ്കിലും ചില അപ്രതീക്ഷിതമായ നീക്കങ്ങൾക്ക് CPI നേതൃത്വം ആലോചന നടത്തുന്നുണ്ട്. അതൊരുപക്ഷെ ആ നീക്കത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. റിജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മത്സരിക്കുന്ന 4 CPIയുടെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമഘട്ടത്തിലാണ്. ചർച്ചകൾ തുടരുകയാണ്. ഷഫീദ് റാവുത്തർ അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആറ്റിങ്ങൽ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം. CPIMന് പഞ്ചായത്ത് ഭരണം നഷ്ടമായി. BJPയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. സലീം മാലിക് അതിൻ്റെ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീം മാലിക്, വിശദാംശങ്ങൾ എന്താണ് സലീം? റിജിത്ത്, ഈ മൂതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ ആകെ 20 വാർഡുകളാണ് ഉള്ളത്. അതിൽ BJPക്ക് 7 സീറ്റ്, ഒപ്പം CPM 4, CPI 2, കോൺഗ്രസ് 5, പിന്നീട് സ്വതന്ത്ര 2. ഇങ്ങനെയാണ് ഈ പഞ്ചായത്തിലെ കക്ഷിനില ഉണ്ടായിരുന്നത്. 2.5 വർഷം ധാരണയിൽ സ്വതന്ത്രരുടെ കൂടി പിന്തുണയിലായിരുന്നു ഈ LDFന്റെ ഭരണം. 2.5 വർഷം കഴിഞ്ഞാൽ CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒഴിഞ്ഞ് അത് CPIക്ക് നൽകും എന്നൊരു ധാരണയുണ്ടായിരുന്നു. ഈ ധാരണ നടക്കാത്തതിനെ തുടർന്ന് BJPയും കോൺഗ്രസും ഇന്നത്തെ ദിവസം ഇവിടെ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയായിരുന്നു. 7 അംഗങ്ങളുള്ള BJPയും ഒപ്പം 7 അംഗങ്ങളുള്ള BJPയും 5 അംഗങ്ങളുള്ള കോൺഗ്രസ്, ഒരു സ്വതന്ത്രരുടെ കൂടി പിന്തുണയോടുകൂടി 6 എന്ന നിലയിലായിരുന്നു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ഇതിൽ BJP കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണ് പാസ്സായത്. സ്വതന്ത്രരുടെ കൂടി പിന്തുണയിൽ ഈ അവിശ്വാസ പ്രമേയം പാസ്സായി. ഈ വോട്ടെടുപ്പിൽ നിന്ന് LDF വിട്ടു നിൽക്കുകയായിരുന്നു. കാരണം സ്വാഭാവികമായി തന്നെ ഈ അവിശ്വാസ പ്രമേയം പാസ്സാവുമെന്നൊരു സൂചന ലഭിച്ചതിനെ തുടർന്ന് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടുകൂടിയാണ് മൂതാക്കൽ പഞ്ചായത്തിൽ ഇപ്പോൾ ഈ അവിശ്വാസ പ്രമേയം പാസ്സായി. CPIMന് LDFന് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇനി പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 10 ദിവസത്തിനുള്ളിൽ നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. റിജിത്ത്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ വ്യാജ പട്ടയമുണ്ടാക്കി വെള്ളൂക്കുന്നേൽ കുടുംബം അനധികൃതമായി കൈവശപ്പെടുത്തിയ 3 ഏക്കർ സ്ഥലം ദൗത്യസംഘം ഒഴിപ്പിച്ചു. വ്യാജ പട്ടയമുണ്ടാക്കി കൈവശപ്പെടുത്തിയ ഭൂമിയിൽ വൻകിട റിസോർട്ടും പ്രവർത്തിച്ചിരുന്നു. സർവേ നമ്പർ 34/1-ൽപ്പെട്ട 3 ഏക്കർ സ്ഥലമാണ് വെള്ളൂക്കുന്നേൽ ജിജിസ്കറിയ, ഭാര്യ അനിത എന്നിവരുടെ പേരിൽ വ്യാജ പട്ടയമുണ്ടാക്കി കൈവശപ്പെടുത്തിയത്. 67/77 നമ്പർ പട്ടയമാണ് സ്ഥലത്തിനുണ്ടായിരുന്നത്. ഇത് വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെയാണ്
റവന്യൂ സംഘം നടപടികളിലേക്ക് കടന്നത്. കയ്യേറ്റക്കാരൻ ഹൈക്കോടതി സമീപിച്ചിരുന്നെങ്കിലും ജനുവരി 18-ന് ഇവർ നൽകിയ റിട്ട് തള്ളി. 1 മാസത്തിനുള്ളിൽ ഒഴിഞ്ഞു പോകണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ സമയപരിധി അവസാനിച്ചതോടെയാണ് ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടന്നത്. ഇപ്പോൾ ഇത് വ്യാജ പട്ടയത്തിന്റെ പേരിൽ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 3 ഏക്കർ സ്ഥലവും അതുപോലെ തന്നെ അതിനകത്ത് ഉൾപ്പെട്ടിരുന്ന റിസോർട്ടുമാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഉണ്ടായിരുന്നതാണ്. ഹൈക്കോടതി കേസ് തള്ളുകയും 1 മാസത്തിനകം കക്ഷിയോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അത് പാലിക്കാതെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. റിസോർട്ടും സെക്യൂരിറ്റി ക്യാബിനുമടക്കം 5 കെട്ടിടങ്ങളും റവന്യൂ വകുപ്പ് സീൽ ചെയ്തു. സർക്കാർ ഭൂമി എന്ന ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. ഇടുക്കി സബ് കളക്ടർ അരുണേഷ് നായർ, തഹസിൽദാർ സീമ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തീകരിച്ചത്. 24 ഇടുക്കി. സഭാതർക്കം പരിഹരിക്കുന്നതിനുള്ള ചർച്ച് ബില്ല് കൊണ്ടുവരരുതെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ചർച്ച് ബില്ല് കൊണ്ടുവരാതെ സമവായത്തിലെത്താൻ കഴിയണം. ബില്ല് കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി എവിടെയും പറഞ്ഞിട്ടില്ല എന്നും സമവായം എങ്ങനെ ഉണ്ടാക്കണം എന്നത് സംബന്ധിച്ച് നിലപാട് അറിയിച്ചിട്ടുണ്ടെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. നമുക്കതിന് പരാതിയൊന്നുമില്ല. അങ്ങനെ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തിക്കൊണ്ടൊന്നും ഈ കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് നമുക്ക് വിചാരമില്ല. നേരത്തെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു സമവായത്തിൽ കൂടെ സഭയിൽ സമാധാനം ഉണ്ടാകണം എന്നുള്ളതും അതിന് ബില്ലൊരു അനിവാര്യതയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ബില്ല് ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ മറ്റു പലരും പറയുന്നുണ്ടെങ്കിലും ബില്ല് നാളെ ഉണ്ടാകുമെന്നോ ഇന്നുണ്ടാകുമെന്നോ അല്ലെങ്കിൽ അതുണ്ടാകുമെന്നോ ഒന്നും പറയുന്നില്ല. മാത്രമല്ല LDF ഗവൺമെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന പല ആളുകളും ഞങ്ങളോട് ഈ പ്രസ്താവന കഴിഞ്ഞിട്ട് അത് ഒരു വിഷമസ്ഥിതി ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് അവർ തന്നെ ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞുവെങ്കിലും ഞങ്ങൾ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു, അങ്ങനെയുള്ളതായ സംഭവമൊന്നും ഉടനെ ഉണ്ടാവില്ല, ഭയപ്പെടേണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി വിപ്പ് ലംഘിച്ചതിന് റാന്നി പഞ്ചായത്തിലെ 2 പഞ്ചായത്ത് അംഗങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കി. BJP അംഗങ്ങളായ പ്രകാശൻ, മന്ദിരം രവീന്ദ്രൻ എന്നിവരെയാണ് അയോഗ്യരാക്കിയത്. BJP ജില്ലാ പ്രസിഡന്റ് സൂരജ് നൽകിയ പരാതിയിലാണ് നടപടി. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു പശ്ചാത്തലം എന്താണ്? എന്തായിരുന്നു ഈ പരാതി? സംഭവം എന്താണ് ശ്രീജിത്ത്? ചെറിയൊരു തിരുത്തുണ്ട്. അതായത് ഈ BJP പഞ്ചായത്ത് അംഗം വിനോദാണ്. അദ്ദേഹം 4ാം വാർഡ് അംഗമാണ് എന്നാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. ഇതുകൂടാതെ മന്ദിരം രവീന്ദ്രൻ, രണ്ടുപേരും BJPയുടെ പഞ്ചായത്ത് മെമ്പർമാരായിരുന്നു. സമാനമായ രീതിയിൽ ഈ പ്രകാശൻ എന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു വോട്ടെടുപ്പ്, ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ വോട്ടെടുപ്പിൽ പാർട്ടി വിപ്പ് പങ്കെടുക്കാതിരിക്കാനായിരുന്നു പാർട്ടി വിപ്പ്. പക്ഷെ അത് ലംഘിച്ചുകൊണ്ട് വോട്ട് ചെയ്യുകയായിരുന്നു. ഈ പ്രകാശന് വേണ്ടി, പഞ്ചായത്ത് പ്രസിഡന്റ് പ്രകാശന് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഈ വോട്ട് ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ BJP അപ്പോൾ തന്നെ ഇരുവർക്കെതിരെയും നടപടി സ്വീകരിച്ചു. അതിനുശേഷം മന്ദിരം രവീന്ദ്രൻ പിന്നീട് പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പക്ഷേ കേസ് അതുപോലെ തന്നെ തുടരുകയായിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് BJPയുടെ ജില്ലാ പ്രസിഡന്റ് സൂരജാണ്. ഇന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി ഇരുവരെയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. എന്തായാലും നിയമ നടപടികളായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് BJP ജില്ലാ നേതൃത്വം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ശരി, ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കുടിശ്ശിക തീർത്തില്ലെങ്കിൽ സേവനം നിർത്തുമെന്ന് മോട്ടോർ വാഹന വകുപ്പിന് സീഡിറ്റിന്റെ മുന്നറിയിപ്പ്. കമ്പ്യൂട്ടർ സർവീസ് മുതൽ ജീവനക്കാരെ ഉൾപ്പെടെ മോട്ടോർ വാഹന വകുപ്പിന് സീഡിറ്റ് സേവനമായി നൽകുന്നുണ്ട്. 6.58 കോടി രൂപ കുടിശ്ശിക ഫെബ്രുവരി അവസാനത്തിനകം തീർത്തില്ല എങ്കിൽ മാർച്ച് മുതൽ സേവനം ഉണ്ടാകില്ലെന്നും സീഡിറ്റ് നൽകിയ കത്തിൽ പറയുന്നു. വകുപ്പിന് മോശം കാലമാണ്. ലൈസൻസ് RC ബുക്ക് വിതരണത്തിലെ പ്രതിസന്ധി ഒരു വശത്ത് തലവേദനയായി തുടരുന്നു. BSNLന് പണമടയ്ക്കാത്തതിനാൽ സേവനം നിലയ്ക്കുന്ന സാഹചര്യവും ഉണ്ടായി. ദിവസങ്ങൾക്ക് മുൻപാണ് അത് പരിഹരിച്ചത്. പിന്നാലെയാണ് സീഡിറ്റിന്റെ കത്ത്. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകൾക്ക് ആവശ്യമായ കമ്പ്യൂട്ടർ സേവനങ്ങൾ, സോഫ്റ്റ്വെയർ, വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മെയിൻ്റനൻസ്, സ്റ്റേഷനറി സാധനങ്ങൾ എത്തിച്ചു നൽകുക തുടങ്ങി ഓഫീസ് ശുചീകരണം വരെ ചെയ്യുന്നത് സീഡിറ്റാണ്. 2010 ഒപ്പുവെച്ച കരാർ പലതവണ നീട്ടി നൽകുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 1 വർഷത്തിലധികമായി ഫെസിലിറ്റി മാനേജ്മെന്റ് സേവനങ്ങൾക്കുള്ള തുക വകുപ്പ് അടയ്ക്കുന്നില്ല. 6.58 കോടി കുടിശ്ശികയായതോടെയാണ് സീഡിറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തുമെന്ന് കാണിച്ച് MVDക്ക് കത്ത് കൈമാറിയത്. MVD ഓഫീസുകളിൽ വിന്യസിച്ചിട്ടുള്ള ജീവനക്കാരെ പിൻവലിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മാസം അവസാനത്തോടെ തുക അടച്ചില്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളുടെ പ്രവർത്തനം നിലയ്ക്കും. 24 തിരുവനന്തപുരം. ജീവൻ അപകടത്തിലായ മകന് പ്രാണൻ നൽകാൻ അമ്മ തയ്യാർ, പക്ഷേ ചികിത്സിക്കാൻ പണമില്ല. ആലപ്പുഴ തകഴിയിൽ നിന്നാണ് കഷ്ടപ്പാടിന്റെ ഈ വാർത്ത. 31 വയസ്സുള്ള ഉമേഷ് ഉണ്ണികൃഷ്ണന്റെ ഇരുവൃക്കകളും തകരാറിലാണ്. ചികിത്സയ്ക്കായി വിൽക്കാൻ സ്വന്തമായൊരു വീട് പോലുമില്ല ഈ കുടുംബത്തിന്. ഫോട്ടോഗ്രാഫർ ആയിരുന്ന ഉമേഷ് ഒരു സ്റ്റുഡിയോ നടത്തി ജീവിതം മുന്നോട്ട് പോകുമ്പോഴായിരുന്നു 7 വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ഒരു പരിശോധനയിൽ
വൃക്കരോഗമുണ്ടെന്ന് കണ്ടെത്തുന്നത്. വൈകാതെ ഇരുവൃക്കകളും തകരാറിലായി. ഇനി ജീവൻ നിലനിർത്താൻ വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ് ഏക പോംവഴി. ഉമേഷിന് വൃക്ക നൽകാൻ അമ്മ ശ്രീദേവി തയ്യാറാണ്. എന്നാൽ ഇതിനായുള്ള ഭാരിച്ച തുക കണ്ടെത്താനുള്ള പാങ്ങില്ല കുടുംബത്തിന്. മുത്തശ്ശിയുടെ അർബുദത്തിന് ചികിത്സയ്ക്കായി ഉണ്ടായിരുന്ന കിടപ്പാടം വിറ്റ ഉമേഷും കുടുംബവും ഇപ്പോൾ വാടക വീട്ടിലാണ് താമസം. മോൻ്റെ ഓപ്പറേഷത്തിന് വേണ്ടിയായിട്ട് ഞങ്ങളിപ്പം വണ്ടാനത്ത് വീടെടുത്ത് താമസിക്കുക. അച്ഛനും അസുഖം, പിന്നെ മോൻ്റെ ഈ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ കടമൊക്കെ മേടിച്ച് ഇതിനായിട്ട് ഇങ്ങനെ നടക്കുന്ന കാരണം അച്ഛൻ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാനോ ജോലിക്കോ ദൂരെയെങ്ങും പോയി പണിയാൻ പറ്റത്തില്ല. പിന്നെ അടുത്തെവിടെയെങ്കിലും പോകാനായിട്ട് മോനെയും കൊണ്ട് ഈ നടക്കുന്ന കാരണം ഞങ്ങൾക്ക് പറ്റത്തില്ല. രോഗം മൂർച്ഛിച്ചതോടെ സ്റ്റുഡിയോ അടയ്ക്കേണ്ടി വന്നു. മരപ്പണിക്കാരനായ പിതാവ് ഉണ്ണികൃഷ്ണന്റെ വരുമാനം മാത്രമാണ് ഏക ആശ്രയം. ഇപ്പോൾ ആഴ്ചയിൽ 2 തവണ ഡയാലിസിസ് വേണം. ചികിത്സാ ചെലവിന് പണമില്ലാത്തതിനാൽ മാനസികമായും ഉമേഷ് തളർന്നു. ഞാനൊരു സ്റ്റുഡിയോ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം 2016 ഇതുപോലെ വയ്യാതായിട്ട് കുഴപ്പമില്ലാതെ മെഡിസിനിലങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതുപോലെ കഴിഞ്ഞ ഡിസംബറിലാണ് സീരിയസ് ആയിട്ട് കൊണ്ടുപോയത്. അപ്പം വീട്ടിൽ തന്നെ ഇരുന്നുള്ള വർക്കായിരുന്നു ചെയ്തത്. ഇപ്പം വർക്കും പൊതുവേ കുറവാണ്. നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളൊരു പൊതുവെ ഇതായി ആൾക്കാർക്ക് വയ്യാതിരിക്കുന്നുണ്ട്. നമ്മുടെ കോലം തന്നെ മാറി, വേറെ ഇതിലോട്ട് പോയി അസുഖം കഴിഞ്ഞപ്പോഴേ. ശസ്ത്രക്രിയയ്ക്ക് 6 ലക്ഷത്തിലേറെ രൂപ ചെലവ് വരും. തുടർ ചികിത്സയ്ക്കും പണം വേണം. ശസ്ത്രക്രിയ ഇനിയും വൈകിയാൽ ജീവൻ തന്നെ അപകടത്തിലാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇനി സുമനസുകളുടെ സഹായത്തിൽ മാത്രമാണ് കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ. അമ്മ ശ്രീദേവിയുടെ പേരിൽ ഫെഡറൽ ബാങ്ക് തകഴി ശാഖയിൽ ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. 24 ആലപ്പുഴ. എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഉറപ്പായും അവരെ സഹായിക്കാൻ ശ്രമിക്കണം. അതിനുവേണ്ടിയാണ് ഈ റിപ്പോർട്ട് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഞങ്ങൾ വെച്ചത്. എന്തായാലും 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള നമ്മുടെ വാർത്തായാത്ര ഇവിടെ പൂർത്തിയാവുന്നു.